അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിൻസെന്റ് അവറുകളാണ്. തൻ്റെ ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച്, അസാധാരണമായ ദൈവീയ അനുഭവങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. 40 അടിയിലധികം ഉയരത്തിൽ നിന്ന് താഴെ വീണ് നട്ടെല്ലൊടിഞ്ഞ് 2 കൈകാലുകളും തളർന്ന് 2.5 വർഷത്തിലധികം ജീവനറ്റ ഒരു വ്യക്തിയായിട്ട് രോഗക്കിടക്കയിൽ ഹോസ്പിറ്റലിൽ ആയിരുന്ന വ്യക്തിയുടെ ഒരു അസാധാരണ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃമിക്ക് ഇരയായ തൻ്റെ ശരീരഭാഗങ്ങളെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ചുള്ള സാക്ഷ്യം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നിശ്ചയമായിട്ടും നമുക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും. ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാനുള്ള അവസരവും നമുക്കുണ്ട്. അത് വിനിയോഗിപ്പാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ വിൻസെന്റ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വിൻസെന്റ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം വെള്ളനാട് എന്ന് പറയുന്ന ദേശത്തിലെ സ്വദേശിയാണ്. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ബാല്യകാലത്തിലെ സൺഡേ സ്കൂളിൽ പഠിക്കുകയും അങ്ങനെ ദൈവവിശ്വാസിയായി തന്നെ എൻ്റെ ബാല്യകാലം തുടർന്ന് ജീവിക്കുവാനിടയായി. എൻ്റെ വീട്ടില് എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് ഞങ്ങൾ 5 മക്കളാണ്. അതില് 5ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്തവര് 2 ചേച്ചിമാരും അത് കഴിഞ്ഞ് അതിന്റെ മുകളില് 2 ജ്യേഷ്ഠന്മാരുമാണ്. സഹോദരങ്ങള് കർത്താവിന്റെ വേലയുടെ മുഖത്താണ്. ജ്യേഷ്ഠന്മാര്, മൂത്തയാള് കർത്താവിന്റെ വേല ചെയ്യുന്നു. 2ാമത്തെ ആള് ഭാഗികമായി കർത്താവിന്റെ വേല ചെയ്യുകയും അതോടൊപ്പം ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ താൻ കൂലിവേലയ്ക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് സഹോദരിമാരും സന്തോഷത്തോടെ വിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾ കുടുംബമായി സന്തോഷത്തിന് ആണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ ബാല്യകാലം എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിക്കുവാനിടയായി. അത് കഴിഞ്ഞ് ചെറുപ്പത്തിലെ എന്നോടുള്ള ഞങ്ങളുടെ കുടുംബത്തോട് എല്ലാ മക്കളോടും ദൈവികാലോചന ഉള്ളതിന്റെ പ്രകാരം എന്നെയും ബൈബിൾ കോളേജ് പഠനത്തിന് വേണ്ടി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പോകാനിടയായി. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു രോഗത്തിന് പെട്ടെന്നുണ്ടായ ഒരു രോഗം പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നു. വളരെ നിലവിളിയും കരച്ചിലും ഒക്കെ ആയി. അങ്ങനെ എൻ്റെ ചേച്ചി എൻ്റെ അപ്പച്ചനൊക്കെ നിന്ന ഇടത്തേക്ക് ഓടി. കൃഷി സ്ഥലത്ത് നിൽക്കുകയായിരുന്നു സഹോദരങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ പോയി ഈ വിവരം അറിയിച്ചു. അപ്പച്ചൻ ഓടി വന്ന് എന്നെ കൈകളെടുത്ത് സഹോദരങ്ങൾ എല്ലാവരും ചുറ്റും നിന്ന് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കർത്തൃദാസന്മാരൊക്കെ നിന്ന് ദൈവസ്ഥലിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഈ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചയാളാണ്, നീ ജീവനോടെ തരണം എന്ന് പറഞ്ഞ് കർത്താവിനോട് അപേക്ഷിക്കുകയും ചില നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ കൈകാലുകൾ ചലിച്ചെന്ന് അവർ പറയുന്നത് കേൾക്കുവാനിടയായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ 1.5 വയസ്സ് പ്രായമായത് കൊണ്ട് തന്നെ എനിക്കറിയില്ല. പക്ഷെ അവർ എന്നെ മനസ്സിലാക്കിയതിന്റെ പ്രകാരം എനിക്കതറിയാം. ഞാൻ അതിൻ പ്രകാരം തന്നെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലെ, എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, വേദവചനം പഠിക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അതുപോലെ ബൈബിൾ കോളേജിൽ പഠിക്കുകയും സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുമാണ്. കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് എന്റെയും ജീവിതത്തില് ഈ ആഗ്രഹവും അതിൽ തന്നെ ഞങ്ങളെ വളർത്തുകയും ചെയ്തിരുന്നു. അതിൻ പ്രകാരം 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ ബൈബിൾ കോളേജിൽ കടന്നുപോയി ദൈവവചനം പഠിക്കുവാനിടയായി. 2 വർഷത്തെ കോഴ്സ് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് എന്റെ വിവാഹം കഴിയുവാനിടയായി. 2 വർഷം കഴിഞ്ഞ് വീണ്ടും കർത്താവിന്റെ വേല കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹിതനാകുവാനിടയായി. ഏറ്റവും ഇളയ ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാക്കിയുള്ളവരെല്ലാവരും വിവാഹിതരായി. എന്നെയും എനിക്കും വിവാഹം കഴിഞ്ഞു. എൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ദൈവദാസന്റെ മകളെ തന്നെ
എനിക്കും വിവാഹം കഴിക്കുവാനിടയായി. അവരുടെ പേര് സുഗന്ധി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ആ അവരുടെ വീട്ടിലും എല്ലാവരും ഞങ്ങളുടെ ഭവനത്തെ പോലെ തന്നെ വളരെ പക്വതയോടും ആ ദൈവഭയത്തോടും കൂടെ തന്നെ വളർത്തപ്പെട്ട ഒരു ദൈവദാസിയെ തന്നെ എനിക്ക് ദൈവം തരുവാനിടയായി. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിവാഹം കഴിഞ്ഞ സമയം മുതൽ വീണ്ടും ഞങ്ങള് ഒരു ദൈവിക ആലോചന പ്രകാരം ഞങ്ങളുടെ തമിഴ്നാട് നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ, അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറി ബാലവാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് മലപ്പുറത്ത് വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയം അവിടെ ഒരു വേലസ്ഥലം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്റെ വൈഫിന്റെ ഏറ്റവും മൂത്ത സഹോദരൻ കർത്താവിന്റെ വേലയിൽ നിലമ്പൂര് ആയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തോടുകൂടെ ആദ്യം കർത്താവിന്റെ വേല കൂടെ ചെയ്യാം. അവിടെ അത്രയും വിശാലമായ ദൈവവേല ചെയ്യാനുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ധാരാളം സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എളിയ ദൈവദാസൻ കർത്താവിന്റെ വേലയ്ക്ക് വിസിറ്റിങ്ങിന് വേണ്ടി പോവുകയും സുവിശേഷം അറിയാത്തവരോടൊക്കെ വളരെ തീഷ്ണതയോടെ കർത്താവിന്റെ വേല ചെയ്ത് ഒരുപാട് പേരോട് സുവിശേഷം പറയുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ദൈവദാസനാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെയും വളരെയധികം സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ദേവദാസൻ പാർക്കുന്ന ദേശത്തേക്ക് പോകുവാനിടയായി. ഞങ്ങളിവിടെ പോയി കുറെ നാള് ഏകദേശം 3-4 മാസം അവിടെ കർത്താവിന്റെ ദാസനോട് ചേർന്ന് തന്നെ കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. പല സ്ഥലങ്ങളും കർത്തദാസനോട് കൂടെ പോവുകയും അനേകം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, പരസ്യയോഗങ്ങൾ നടത്തുക, ഒപ്പം കൺവെൻഷനുകളിൽ ഒരു ചെറിയ അവസരം കർത്തദാസൻ നടത്തുന്ന കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ എനിക്കും ഒരു അല്പസമയം എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ സാക്ഷീകരിക്കാനോ അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം എനിക്കും അങ്ങനെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇതിന്റെ ഈ സംഘടനയുടെ ദേവദാസൻ ചെയ്യുന്ന അതിന്റെ സംഘടനയുടെ സ്ഥലം, യഥാർത്ഥ സ്ഥലം അത് ഗൂഡല്ലൂരാണ്. അവിടുത്തെ ബ്രാഞ്ചായിട്ടാണ് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്ന സഭ. അവിടെ എനിക്ക് അവിടെ ഒരു ടീമിൽ അവര് തന്നെ ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തനം, ഒരു പരസ്യയോഗം, പിന്നെ ഭവന വിസിറ്റിങ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു 10 ദിവസത്തെ ടീം വർക്ക് അവിടെ ഒരു ദേവദാസൻ ചെയ്യുവാനിടയായി. ഞങ്ങളൊരു 12 പേരോളം പേര് അതില് അറ്റൻഡ് ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചു. അതില് ഇങ്ങനെ എന്റെ വൈഫിന്റെ സഹോദരൻ പാസ്റ്റർ ജോൺ വിക്ടർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ അനുവാദം ചോദിച്ച് എന്നെ അവിടേക്ക് അവരോട് കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു 10 ദിവസത്തെ ടീം വർക്കിന് വേണ്ടി എന്നെയും അവിടെ ക്ഷണിക്കുവാനിടയായി. അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും അവിടെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഒരു മുഖാന്തരം അവിടെ ഒരുങ്ങപ്പെടണം. ടീം വർക്ക് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരുന്നത് സഭ ഉണ്ട് അല്ലെങ്കിൽ ഒരു വേലസ്ഥലം ഒരുങ്ങപ്പെട്ടു എന്നുള്ള ഇതിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വൈഫിനെ എന്റെ അളിയച്ചാരുടെ വീട്ടിലാക്കിയിട്ട് അവര് കുടുംബമായിട്ട് താമസിക്കുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നു. എന്റെ വൈഫ് പ്രത്യേകിച്ച് ആ സമയത്ത് പ്രഗ്നന്റും ആയിരുന്നു. നന്നായിട്ട് അവർ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ആക്കി വെച്ച് ഞാൻ അവരുടെ കൂടെ ടീം വർക്കിന് വേണ്ടി പോകാനിടയായി. അങ്ങനെ ആദ്യത്തെ ആഴ്ച തന്നെ ഞായറാഴ്ച, ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ഈ ടീം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ആ ആഴ്ച കഴിഞ്ഞ അവസാനം ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച ദിവസത്തില് ഈ ഒരു ചർച്ചില് പോകാമെന്ന് പറഞ്ഞ് അവിടുത്തെ അതിന്റെ ലീഡർഷിപ്പ് നടത്തുന്ന ഈ ടീമിന്റെ ലീഡറായിട്ട് നിൽക്കുന്ന പാസ്റ്റർ അദ്ദേഹത്തിന്റെ ചർച്ചിലേക്ക് ഒന്ന് കൊണ്ടുപോകാനിടയായി. അദ്ദേഹത്തിന് മറ്റൊരു സഭ കൂടെ നടത്തുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ അദ്ദേഹം അന്ന് എന്നെയും കൂടെ കൂട്ടി വേറൊരു സഭയിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സഭയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ സഭ ആരാധന ആരംഭിച്ചു. അന്നത്തെ കുറച്ചു ഭാഗം മെസ്സേജ് കൊടുക്കുന്ന ഭാഗം, അങ്ങനെ സങ്കീർത്തന വായന, ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എനിക്ക് അദ്ദേഹം തരുവാനിടയായി. അപ്പൊ ഞാനത് സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവിടെ ദൈവജനം പറയുകയും കർത്താവ് തന്ന ദൈവദാസനിലൂടെ തന്ന അവസരത്തെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവിടെ ഉപയോഗിക്കുവാനിടയായി. അത് കഴിഞ്ഞ് അദ്ദേഹം ആരാധന കഴിഞ്ഞൊരു കമ്മിറ്റി പോലെ കൂടി അവിടുത്തെ വിശ്വാസികളായ ചില എളിയ സഹോദരന്മാര് അവരോടൊക്കെ കൂടി ആ സഭയിലെ ശുശ്രൂഷകനാക്കി എന്നെ അവിടെ ഇരുത്തുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിൽ യാതൊരു തടസ്സമില്ല എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു. വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്കത് ഇപ്പൊ പറയുമ്പോഴും എനിക്കത് തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാനത് തീർച്ചയായിട്ടും ഓർക്കുന്നത്.
കാരണം അത്രയ്ക്ക് ഞാൻ വീട്ടിൽ വൈഫിനോട് പറഞ്ഞിട്ടാ പോകുന്നത്, നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഞാൻ അവിടെ പോകുമ്പോ ഒരു സഭയെ അല്ലെങ്കിൽ ഒരു വേലസ്ഥലം ലഭിച്ചു എന്ന ഉറപ്പോടെ വരണം, അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലവും ദൈവത്തിന്റെ നിയോഗവും പ്രകാരം ഞങ്ങൾ അവിടെ എനിക്ക് സഭാ ശുശ്രൂഷ തരുവാനിടയായി. മനോഹരമായ ഒരു പ്രദേശം, അനുഗ്രഹിക്കപ്പെട്ട സഭാഹാള്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാര് കൂടെ കൂട്ടു ദൈവ വേലക്കാരായി. അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസികളും വളരെ നാളുകൾ കൊണ്ട് കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല ദൈവവചനത്തിന് ഭക്തിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെയും കർത്താവ് ഇവിടെ ഒരുക്കി തരുവാനിടയായി. അത് മാത്രമല്ല, ഇതിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഏറ്റവും വിനീതമായി, വളരെ സ്നേഹമുള്ളവരായി, നമ്മുടെ സ്വന്തം ഭവനത്തിലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് തുല്യമായി എന്നോട് ഇടപെടുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവദാസന്മാരായിരുന്നു. അങ്ങനെ ഞാൻ 10 ദിവസം അവിടെ പൂർത്തീകരിച്ചിട്ട് അടുത്ത ഞായറാഴ്ചത്തെ സഭാരാധന അവിടെ നടത്തി. നിലമ്പൂര് പോയി വൈഫിനെയും കൂട്ടി. വൈഫിനെ ഞാൻ അറിയിച്ചിരുന്നു, ഇങ്ങനെ ദേവദാസൻ മുഖാന്തരം ഞാൻ അറിയിച്ചു, എനിക്കിവിടെ ഇങ്ങനെ സഭയായി എന്നൊക്കെ ഞാൻ അവിടെ അറിയിച്ചു. ഒരു സന്തോഷത്തോടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഈ ദേശത്തേക്ക് വന്നു. അവിടെ പാർക്കുവാനുള്ള ഒരു ഭവനം കൂടെ അതിനോട് കൂടെ തന്നെ ചേർന്നുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇച്ചിരി കുന്നുകളും മലകളും ഒക്കെ ആണെങ്കിലും നല്ല റോഡിന്റെ സൈഡിലാണ്. പക്ഷേ വിശ്വാസികളുടെ ഭവനത്തിൽ പോകാൻ, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് കർത്താവിന്റെ വേല ചെയ്യും മറ്റ് ഭവനങ്ങളിലൊക്കെ പോയി വിസിറ്റിംഗ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടുള്ള ഒരു സ്ഥലമായിരുന്നു. എങ്കിലും എന്റെ കൂടെ വരികയും വൈഫ് എന്റെ കൂടെ സഹകരിക്കുകയൊക്കെ ചെയ്തു. എല്ലാ വീടുകളിലും ഇങ്ങനെ വിസിറ്റിങ്ങിന് പോകാൻ, ഇന്നും മലകളുമാണെങ്കിലും ദൈവം അവളെയും ബലപ്പെടുത്തി സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് ഞാൻ 3 മാസങ്ങള് കഴിഞ്ഞ് ഞാൻ വൈഫിനെ നാട്ടിലേക്ക് ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കൊണ്ടാക്കുവാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ കൊണ്ടാക്കിയതിനു ശേഷം ഞാൻ വീണ്ടും അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്തു. എല്ലാവരും വളരെ സഹകരിക്കുകയും സ്നേഹിക്കുകയും, എനിക്കൊരു ഒറ്റപ്പെടലിന്റെ അനുഭവം തോന്നാതെ തന്നെ അവിടുത്തെ ശുശ്രൂഷകൾ, ദേവദാസന്മാര് അവരുടെ ഭവനത്തിൽ തന്നെ എനിക്ക് അതിനുള്ള പാർക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. എന്നെ കൂടുതൽ അവരോട് കൂടെ തന്നെ കൂട്ടി മറ്റു സ്ഥലങ്ങളിലും വേല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ശുശ്രൂഷ പോയിട്ട് മറ്റു പല ഭാഗങ്ങളിലും എന്നെ കൂടെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്തത്. ഞാൻ പിന്നീട് ഒരിക്കല് എന്റെ ഈ 2 കാലുമുട്ടുകൾക്ക് ഒരു ചെറിയ തണുപ്പിന്റെ പ്രയാസം, ഒരു ചെറിയ വേദന പോലെ ഒന്നും ഉണ്ടായി. ഞാനങ്ങനെ വൈഫും ഹോസ്പിറ്റലിലാണ്. അവളും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു പെട്ടെന്നുള്ള ഒരു സമയത്ത് ഞാൻ ഈ കാലിനും ഇങ്ങനെ പ്രയാസം വന്നു. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നു. കാലിന് എന്താണ് അസുഖം എന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടും 2 ഭാഗത്തും നീര്, തണുപ്പിന്റെ പ്രയാസം കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. ട്രീറ്റ്മെന്റിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. അവർക്ക് എന്താണ് അസുഖം എന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞില്ല. അന്ന് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ബെഡ് പോലും കിടക്കാനില്ല, തറയിലാണ്, നിലത്താണ് കിടന്നിരുന്നത്. അത്രയ്ക്ക് അവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അടുത്ത് പല ബെഡുകളിലും മരണപ്പെട്ട് പേഷ്യൻസ് കടന്നു വന്ന വ്യക്തികളൊക്കെ മരണപ്പെട്ടു പോകുന്നതൊക്കെ അറിയുവാനിടയായിട്ടുണ്ട്. അടുത്ത് കിടക്കുന്ന, ഞാൻ ബെഡിന് അടുത്ത് കിടക്കുന്ന തറയിലാണെങ്കിലും ഞാൻ കിടക്കുന്ന ബെഡിനടുത്തുള്ളവരൊക്കെ അങ്ങനെ ഒരു അവസ്ഥ അന്ന് വന്നു. പക്ഷെ ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഞാൻ അസഹനീയമായ വേദന ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അപ്പച്ചനും അമ്മച്ചിയും എന്റെ രണ്ടാമത്തെ സഹോദരനും എന്റെ കൂടെ ഉണ്ട്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഒരു 4 മണി സമയത്ത് എല്ലാവരും, അവര് 3 പേരും കൂടെ ചേർന്ന് കരങ്ങൾ ഉയർത്തി, അവിടെ ഒരു ഹോസ്പിറ്റലൊന്നും ചിന്തിക്കാതെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഡോക്ടേഴ്സ് ഒന്നും ഇതെന്താ രോഗമെന്നൊന്നും അവർ കണ്ടുപിടിക്കുക, അവർ എന്താണെന്ന് പറയുകയും ചെയ്യുന്നില്ല. ആ സമയത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അനുഭവിക്കുന്ന വേദന എന്നറിയാം. അത്ഭുതമെന്ന് തന്നെ പറയാം. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കുവാനാണ്, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. ഞാൻ വീണ്ടും എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായി ഞാൻ ഇന്ന് അത് ഓർക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് പോയി. പിന്നെ വൈഫിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പിറ്റേ ദിവസം അവരായിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുവാനിടയായി പോയി കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുമായി അവരും അവരുടെ ഭവനത്തിലേക്ക് ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. അവരുടെ ഭവനത്തിലേക്ക് അവർ പോയി. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ ഈ സൗഖ്യവും എന്റെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ചു പോയില്ല. അവിടെ ദൈവം വലിയ അത്ഭുതങ്ങളാണ് അവിടെ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നന്നായി അറിയാതെ
ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അവരോടൊക്കെ കർത്താവിന്റെ വചനത്തെക്കുറിച്ച് പറയുകയും ചില അത്ഭുതങ്ങളൊക്കെ കർത്താവുകൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായി അവർ വിശ്വാസത്തിലേക്ക് വന്നു. ഇത്രയും നാള് അവരെ ആരാധിച്ചിരുന്നത് ഇത് വ്യർത്ഥമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ മനോഹരമായ പാട്ടുകളൊക്കെ എഴുതുന്ന, ക്രിസ്തീയ ഗാനങ്ങൾ എഴുതുന്ന അളവിലേക്ക് ദൈവം അവരൊക്കെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന ആ സന്തോഷത്തിലേക്കൊക്കെ ഞങ്ങൾ ഒരു കാലത്ത് ഞാൻ അവിടെ ആയിരുന്ന സമയങ്ങളിലൊക്കെ ആയിരുന്നതാണ്. എന്നാൽ രണ്ടാമത് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ആ നാട്ടിലേക്ക് വന്നിട്ട് കുഞ്ഞു ആയി എന്റെ രോഗസൗഖ്യം ലഭിച്ചിട്ട് രണ്ടാമത് തിരിച്ച് അങ്ങോട്ട് പോയില്ല. കർത്താവ് ശക്തമായി ഉപയോഗിച്ച് ആ ദേശത്തേക്ക് വേണ്ടിയാണ് ഞങ്ങളെ നിയോഗിച്ചിരുന്നത്. ദൈവം ഓരോ ദൈവമക്കൾക്കും വേണ്ടിയുള്ള നിയോഗം ഓരോ ദൈവദാസന്മാർക്കും ലോകത്തുള്ള സകല ജനത്തോടും ഉള്ളതുപോലെ എന്നോടും ദൈവിക നിയോഗം ഉണ്ടായിരുന്നു. അതിന് ഫലമായി ഞാൻ ആ കൃത്യത എന്റെ മേൽ ദൈവം ഫലമേൽപ്പിച്ചതിനെ ഞാൻ തികയ്ക്കാൻ ഒരു നിസ്സാരമായി എണ്ണി. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോൾ തിരിച്ചു പോകാതെ കുറച്ച് കൃഷിഭൂമി ഉണ്ടായിരുന്നു, അതിനൊക്കെ കൃഷി ചെയ്യുകയും കുറച്ച് സമ്പത്തുണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്ത വന്നു. അന്ന് വരെയും എന്റെ ജീവിതത്തിൽ ഒരു കടമോ ഒരു ബാങ്ക് ലോണോ ഒന്നുമില്ലാതിരുന്ന എനിക്ക് ഞാൻ ഇതിനെ കൃഷിയൊക്കെ ഒന്ന് വികസിപ്പിച്ച് നന്നായിട്ട് എടുക്കണമെന്നൊക്കെ കരുതി ഞാൻ അതിനെന്ത് ചെയ്തു, ലോണുകളൊക്കെ എടുത്ത് കൃഷികളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് പോയിട്ട് അതിന്റെ കൂടെ തന്നെ കർത്താവിന്റെ വേല ഭാഗികമായി മാത്രം ഞങ്ങളുടെ മാതൃസഭയിലെ ഒരു മീറ്റിംഗ് മാത്രം യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രിയിൽ ആ മീറ്റിംഗ് മാത്രം നടത്തുകയും മറ്റ് സമയങ്ങളിൽ സഭയിൽ ഒരു വിശ്വാസിയെ പോലെ ഞാൻ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ പോലെ ഒരു വിശ്വാസ ജീവിതം എന്ന പോലെ ഞാൻ അവിടെ ഇരുന്ന് കർത്താവ് ഫലമേൽപ്പിച്ച വേല ചെയ്യാതെയായി. അങ്ങനെ നീർക്കുന്ന ആളുകള് മുന്നോട്ട് പോയി. അവിടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് പലപ്പോഴും എന്നെ അവിടെ നിന്ന് ക്ഷണിക്കുവാനിടയായി തിരിച്ചു പോകാൻ. എങ്കിലും ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ അല്പം കൂടെ പ്രായമായി ഇട്ട് പോകാം എന്നൊക്കെ പറഞ്ഞങ്ങ് തീർക്കുന്ന ആളുകൾ അങ്ങ് നീണ്ടുപോയി. ഞാനത് കഴിഞ്ഞൊരു 5 മാസമൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ മാസം വൈഫിനെയും കുഞ്ഞിനെയുമായി എന്റെ വീട്ടിലേക്ക് അവർ കൊണ്ടുവരുവാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ അവിടെ അപ്പോഴെങ്കിലും പോയാൽ മതിയായിരുന്നു. എന്നാൽ ഞാൻ അത് ചെയ്യാതെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ മതിയായ എന്നുള്ള എന്റെ മനസ്സിലെ ചിന്ത ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ എന്ന് തന്നെ ഞാൻ പറയാം. ദൈവത്തിനും അത് പറയുന്നതിലും എനിക്ക് ശങ്കയില്ല. കാരണം അത്രത്തോളം ദൈവനെ സ്നേഹിച്ച് എനിക്ക് തന്ന ദൈവവേല ചെയ്യുവാൻ വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി, യേശുവിനെ അറിയാത്ത അനേകരോട് യേശുവിനെ കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി ഒക്കെ തന്ന ആ അവസരത്തെ ഞാൻ ഒരു വില കൊടുക്കാതെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ തിരിച്ചു പോയില്ല. ഞാൻ വീണ്ടും ദീർഘനാളുകൾ പോയി. ഇവിടെ കടബാധ്യതകൾ കൂടി, ലോണുകൾ കൂടി, അങ്ങനെ കടങ്ങൾ വളരെയധികം ഉണ്ടായി. വീണ്ടും ഈ കടങ്ങളെ തീർക്കണമെന്നുള്ള രീതിയിൽ ഞാൻ മറ്റ് കൂലിവേലകൾക്ക്, മരം മുറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണി, ഞാൻ ചെറുതിലെ അപ്പച്ചൻ എല്ലാ പണിയും ഞങ്ങളെ 3 ആൺമക്കളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പില് ഞങ്ങളെ കൊണ്ട് പറ്റാതെ എന്തെങ്കിലും വന്നാലേ കൂലിക്ക് ആളെ വിട്ട് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ ഒത്തിരി ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും കൂടെ ആയിരുന്നപ്പോൾ വളരെ ഭൂമി ഉണ്ടായിരുന്നു. 5 പേർക്കും അത് ഭാഗം വെച്ചപ്പോഴാണ് 60 സെന്റ് വീതമൊക്കെ ഇങ്ങനെ മാറിയത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇതെല്ലാം അല്ലാതെയും ഒരുമിച്ച് തന്നെയാണ് ഇതിലെ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മരം മുറിക്കുക എന്നുള്ള പണികൾക്ക് കൂടെ ഞാൻ പോയി. മാർബിളിന്റെ പണി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇങ്ങനെ പല ജോലികൾക്ക് വേണ്ടി എല്ലാ കൂലിവേല ചെയ്യുന്ന ജോലി എല്ലാം അറിയാവുന്നത് കൊണ്ട്, നമ്മുടെ പുരയിടങ്ങളിൽ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഒന്നിനും മടിയില്ലാതെ എല്ലാത്തിനും പോകാനിടയായി. കർത്താവിന്റെ വേല ഈ പറഞ്ഞതുപോലെ ഒരു ശനിയാഴ്ച ദിവസം രാത്രിയിൽ മാത്രം സന്ധ്യയ്ക്കുള്ള 6 മണി മുതൽ 8:30 മണി വരെയുള്ള ഒരു യുവജനങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം, ഒത്തിരി സഭയിൽ നിറയെ യുവാക്കൾ അത് മുഖാന്തരം വരുവാനിടയായി. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ആ പ്രദേശത്തുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടെങ്കിലും പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞു പോകാമെന്നുള്ള വേറൊരു ദിവസത്തേക്ക് ഞാൻ തന്നെ മാറ്റിവെക്കുന്ന പോലെയുള്ള അവസരങ്ങൾ വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഒരു കുഞ്ഞുകൂടെ ലഭിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പെൺകുഞ്ഞു കിട്ടി. അങ്ങനെ 3 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ദാനം ചെയ്തു. ഇവിടെ ചില സഭകളിൽ കൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യും. ഈ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഏറെ പണിപ്പെടുക, പണി ചെയ്യുക, സമ്പത്തുണ്ടാക്കുക എന്നുള്ള ചിന്ത വന്നു. പക്ഷെ ഒരു സമ്പത്തും കയ്യിൽ നിൽക്കാതെ ഇല്ലാത്ത കടങ്ങൾ വന്നു എല്ലാം തകരേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ
ആ ഭവനപ്പണി ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭവനം ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് മറ്റൊരു ഭവനം പണിയുന്നതിന് വേണ്ടി ഒരു പഴയ കെട്ടിടമായിരുന്നു. അതില് ഓലയൊക്കെ മേഞ്ഞൊരു ഷെഡായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു ഭവനം പണിയാനുള്ളതായ ക്രമീകരണങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനും അവിടെ സഹായിച്ചുകൊണ്ടിരുന്നു. 6 മണി വരെ ഒരു ദിവസം ജൂലൈ 11-ാം തീയതി ആ, ഇങ്ങനെ 6 മണി വരെ ഞാൻ അവിടെ അദ്ദേഹത്തെ കൂടെ ആ ഭവനത്തെ കൂടെ പണിയുന്നതിന് വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. 6 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ പോയി. എന്റെ വൈഫിന് ഈ ശ്വാസം മുട്ടലിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോ അത് പകലില് അല്പം കൂടുതലായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ കിട്ടിയ സമയത്ത് തൊട്ടടുത്താണ് വീട്. ഓടിപ്പോയി ഒന്ന് വൈഫിനെ നോക്കി, അല്പം കഞ്ഞി അമ്മച്ചി കൊടുത്തു, അത് കുടിച്ചു. അങ്ങനെയെങ്കിലും കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വൈകിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ വരാം. അപ്പോ ഒരു കാര്യം ചെയ്യണം. അന്ന് ഞങ്ങളുടെ ചർച്ചില് മീറ്റിംഗ് ഞങ്ങൾ നടത്തേണ്ട ദിവസമായിരുന്നു. അപ്പോ മറ്റ് വേറൊരു ദൈവദാസനോട് ആ ക്രമീകരണങ്ങൾ ചെയ്തിട്ട് ഈ വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നുള്ള ആ തിടുക്കത്തില് ആയിരുന്നു അന്ന് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഈ പണി കഴിഞ്ഞു 6 മണിയായപ്പോ ആ ശനിയാഴ്ച ദിവസമായിരുന്നു. ഞങ്ങളുടെ പുരയിടത്ത് തന്നെ ഒരു കമുക്, ഇത് വളരെ ഈസി ആയിട്ടാണ് ആ കമുക് എന്ന് പറഞ്ഞാൽ അടയ്ക്ക മരമാണ്. അടയ്ക്ക ഉണ്ടാകുന്ന ആ മരം. അപ്പൊ അത് മുറിക്കാൻ വേണ്ടി കൃഷി ആവശ്യത്തിന് തന്നെയാണ്. അത് ഏറ്റവും വലുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. കാരണം ഇടയ്ക്ക് മുറി വയ്ക്കാതെ ഫുള്ളായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി ആ അന്ന് ഞാൻ അവിടെ ഞങ്ങളുടെ പുരയിടത്ത് കുളിക്കാൻ കൂടെ ഉള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അല്പം വെള്ളം, ഒരു വേനൽക്കാലമായിരുന്നു. അപ്പൊ വെള്ളം അല്പം കുറവായിരുന്നു. ഒത്തിരി വീട്ടുകാർ കൂടെ അവിടെ നിന്ന് വെള്ളം കോരുന്നു. അപ്പൊ വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാം. ഞങ്ങള് ഇതുപോലെ പറമ്പില് കുളത്തിലൊക്കെയാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് ആ കമുങ്ങ് മുറിച്ചിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വൈഫിനോട് പെട്ടെന്ന് റെഡിയാകണം എന്ന് പറഞ്ഞ് വൈഫിനൊന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യെങ്കിലും ഞാൻ വൈകുന്നേരം വരുന്നത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി അവര് പുറത്തു വരുവാനിടയായി വന്നിരുന്നു. ഞാൻ അല്ലെങ്കിൽ എനിക്ക് വിഷമം വന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞാലോ എന്ന് കരുതിയായിരിക്കും അവർ പുറത്തു വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് കുറച്ച് ചൂടാക്കി ബാത്റൂമിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി റെഡിയാകാന്ന് പറഞ്ഞിട്ട് ഞാൻ പറമ്പിലേക്ക് മരം മുറിക്കാൻ വേണ്ടി ഈ കമുങ്ങും കൂടെ മുറിച്ച് അവിടെ നിന്ന് കുളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവർ റെഡിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പെട്ടെന്ന് ഇതിനുള്ള ആയുധങ്ങളുമായിട്ട് പോയതാണ്. അപ്പൊ ഈ കമുങ്ങിൽ ഞാൻ കയറി. വേറെ കുറെ ദിവസത്തേക്ക് മുമ്പ് തന്നെ ഇതിന്റെ തലപ്പ് ഭാഗം ഞാൻ തന്നെ മുറിച്ച് കളഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഞാൻ തന്നെ അത് മുറിച്ച് മാറ്റിയതാണ്. അന്ന് എന്റെ അപ്പച്ചന് പറഞ്ഞു അന്ന് എന്തായാലും മുറിക്കണ്ട, കാരണം അപ്പുറത്തൊക്കെ ചെറിയ ചെറിയ കൃഷി ഉണ്ട്. നമ്മളെ ഒരു വടമൊക്കെ എന്തെങ്കിലും കെട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് തള്ളിയിടാം, അത് മുറിച്ചിടാം. അതുകൊണ്ട് അന്ന് മുറിക്കണ്ട എന്ന് പറഞ്ഞ്, കാരണം അന്ന് തന്നെ വടമില്ലാത്തത് കൊണ്ട് അന്ന് തന്നെ മുറിക്കാതെ പോകുന്നു. അപ്പൊ വേറൊരു ദിവസം മുറിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മരം അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശനിയാഴ്ച ഈ ദിവസം ഞാൻ അവിടെ പോയി മുറിക്കാൻ പറഞ്ഞത്. അപ്പോഴും അപ്പച്ചനും എന്റെ ചേച്ചിയുടെ മകനൊക്കെ അവിടെ ഉണ്ട്, അടുത്തൊക്കെ ഉണ്ട്. സഹോദരങ്ങളൊക്കെ കുറച്ചപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ചേച്ചിയുടെ മകൻ തൊട്ട് അടുത്ത് അവിടെ തന്നെ ആ പറമ്പിൽ തന്നെ ഉണ്ട്. എന്റെ അപ്പച്ചൻ അവിടെ തന്നെ ആ കൃഷി സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു എന്തായാലും നീ കൊച്ചിന് വയ്യാത്തതല്ലേ, പെട്ടെന്ന് വിളിച്ചോണ്ട് പോ, വേറൊരു ദിവസം ഇതിനെ മുറിക്കാം. എന്തായാലും നാളെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ചെയ്യാം, കിട്ടുന്ന സമയത്ത് ഒന്ന് മുറിച്ചിടാം, ഒരു 5 മിനിറ്റ് സമയമല്ലേ വേണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് മുറിക്കാം, നാളെ ഇനി ഞായറാഴ്ചയാണല്ലോ. അപ്പൊ തിങ്കളാഴ്ച അപ്പച്ചൻ അതിന്റെ ബാക്കി ക്രമീകരണങ്ങളൊക്കെ ചെയ്താൽ മതി, കീറിയൊക്കെ എടുക്കണമല്ലോ, അത് അപ്പച്ചൻ ഒറ്റയ്ക്ക് ചെയ്യും, അപ്പൊ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. കാരണം പിന്നെ എനിക്ക് ജ്യേഷ്ഠന്റെ വീട് പണിക്ക് വേണ്ടി സഹായിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പോകാൻ വേണ്ടി ഇത് മുറിക്കാൻ വേണ്ടി ഞാൻ അന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടും ഞാനത് മുറിക്കാൻ വേണ്ടി ഈ വടവും കൊണ്ട് മുകളിലേക്ക് കയറി. അതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു കയറ് കെട്ടിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്നിട്ട് അതിന്റെ മൂട് ഭാഗം ഒരു 2-3 വെട്ട് വെട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് അത് മറിഞ്ഞു വീഴും. വലിച്ചിടാം, ആ വടം കൊണ്ട് വലിച്ചിടാം. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കാതെ എന്റെ ചേച്ചിയുടെ മകൻ, ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്, അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറി. ഇങ്ങനെ കൈ കൊരുത്താണ് മുകളിലേക്ക് കയറുന്നത്. കൈ ഇങ്ങനെ കവുങ്ങിൽ അങ്ങനെയാണ്, ചെറിയ വണ്ണം കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സ്പീഡിലാണ് കയറി പോകുന്നത്. ശ്രദ്ധിക്കാതെ ഞാൻ ഈ സംസാരത്തിൽ പുള്ളിയോട് സംസാരിച്ചും അപ്പച്ചൻ അപ്പുറത്ത് കുറച്ചകലെ സംസാരം കേൾക്കാം, നമ്മൾ സംസാരിക്കുന്ന കേൾക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്പച്ചനോടും കൂടെ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ ഈ മുകളിൽ ഞാൻ തന്നെ മുറിച്ച് കളഞ്ഞിരുന്നു. അത് ശ്രദ്ധിക്കാതെ ഞാൻ മുകളിലേക്ക് കൈ ഇങ്ങനെ മുകളിൽ പോവുകയും ആ ഭാഗത്ത് പിടിയില്ലാതെ നേരെ മറിഞ്ഞ് താഴേക്ക് വീഴുവാനും ഇടയായി. 40 അടിയോളം പൊക്കം ഉള്ള, അതിലധികം പൊക്കമുണ്ട്. കാരണം ഇതിന്റെ താഴെ തന്നെ ഒരു വളരെ പൊക്കമുള്ള ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങിൽ നിന്ന് ഇളനീരിന്റെ ആ കരിക്ക് ഞാൻ അടുത്ത് എന്റെ ചേച്ചിയുടെ മകന്, അന്ന് അവന് ഇന്ന് പുള്ളി പാസ്റ്ററാണ്, വലിയ ആളായി,
പക്ഷെ അന്ന് വളരെ ചെറുപ്പമായിരുന്നു, കുഞ്ഞായിരുന്നു. 10ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയമായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഇത് അടത്ത് പറിച്ച് അവൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വീണ്ടും കയറി പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് തന്നെ ഈ കമുങ്ങിൽ കെട്ടിയാൽ മതിയായിരുന്നു. അതിൽ ഈ കമുങ്ങിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ തെങ്ങിൽ നിന്ന് കരി കടക്കാം. അത് അത്ര ഹൈറ്റ് ആണത്. ഇതിൽ നിന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ മുകളിൽ പോയി കൈ ഇങ്ങനെ പിടിക്കാൻ സ്ഥലമില്ലാതെ നേരെ താഴോട്ട് വരുവാനിടയായി. വന്നു. വളരെ ഞാൻ വീഴേണ്ട സ്ഥലത്തല്ല വീണത് എന്ന് വേണമെങ്കിൽ പറയാം. വീഴേണ്ടത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വന്നാൽ അവിടെ ഇവിടെയൊക്കെ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ വേലിക്കല്ലുണ്ട്. ഈ കല്ല് പൊക്കത്തില് കല്ലുകളുണ്ട്. അതില് ഈ കമ്പി വേലികൾ കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കും. അപ്പൊ ഞങ്ങളെ തൊട്ടടുത്തുള്ള അങ്കിളിന്റെ ഒക്കെ അതിരുകള്, സഹോദരങ്ങളൊക്കെ അതിരുകൾ അങ്ങനെയാണ് അത് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. മതിലുകളൊന്നുമല്ല, ഈ വേലിക്കല്ലുകൾ നിർത്തി അതില് കമ്പി വേലി ആണ് കെട്ടി. ആ ആ വേലിക്കല്ല് ഇങ്ങനെ സൂചിമൊന പോലെ നിൽക്കുന്ന ആ ഭാഗത്താണ് ഞാൻ വീഴേണ്ടത്. പക്ഷെ അല്പം മാറി, വളരെ മാറിയാണ് ഞാൻ വീഴുന്നത്. ഈ താഴേക്ക് വരുന്ന സമയം എനിക്കറിയാം. വളരെ സമയമെടുത്താണ് ഞാൻ വരുന്നത്. എന്റെ ചേച്ചിയുടെ മകൻ നന്നായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൻ ഒരു നിസ്സഹായനായി അവിടെ നിൽക്കുകയാണ്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനവിടെ അലറി വിളിക്കുകയാണ്. അവന്റെ വിളിയുടെ ശബ്ദവും ഞാനും ഈ വരുന്ന സമയത്ത് ഞാനും വിളിച്ചു, മാറിക്കോ എന്നൊക്കെ എന്തോ ഞാൻ അവനോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഈ സമയമെടുത്താണ് ഞാൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് എന്റെ ആ തൊട്ടപ്പുറത്ത് നിന്ന കൂട്ടുകാരൊക്കെ അവരിവിടെ ഓടിയെത്തുവാനിടയായി. ഞാൻ താഴെ വീണു. വീണ സമയത്ത് തന്നെ എന്റെ നട്ടലിന്റെ സെന്റർ കശേരുക്കൾ 3 ഡിസ്കുകൾ ഉടനെ തന്നെ പൊട്ടി തകരുവാനിടയായി. പക്ഷെ എന്നെ വേറൊരു ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കത് അപ്പോഴറിയില്ല. ഡോക്ടർമാരാണ് പിന്നീട് പറഞ്ഞത് ആ സമയത്ത് ഇത്രയും മാരകമായ പരിക്ക് പറ്റുമ്പോ അബോധാവസ്ഥയിലാകേണ്ടതാണ്. ഞാൻ ആ സമയത്ത് അബോധാവസ്ഥയിലൊന്നും ആയില്ല. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു. ഞാൻ പെട്ടെന്ന് ഈ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മോനെ ഇങ്ങ് അടുത്തോട്ട് വിളിക്കുന്നു. അപ്പച്ചനെ പെട്ടെന്ന് വിളിക്കുന്ന പറഞ്ഞു. അപ്പച്ചന് ഓടി അതിനു മുമ്പ് എത്തി. അവരെന്നെ എടുത്തു. പെട്ടെന്ന് എനിക്ക് അറിയാം 2 കാലുകളെയും 2 കൈകളും എനിക്ക് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്റെ ആ ചലനമറ്റതുപോലെ എന്റെ 2 കൈകളും കാലുകളുമായി ചലനമറ്റു കഴിഞ്ഞു. ചലനമില്ല. 2 കൈകളും കാലുകളും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. നട്ടെല്ല് പൊട്ടി. അസഹനീയമായ വേദന സഹിക്കാൻ വയ്യാത്ത വേദനയും അനുഭവിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അവര് എടുത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നടക്കുന്ന സംഭവമാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നേരെ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ അപ്പച്ചനും അവിടെ നിന്ന് ഒരു കാർ പിടിച്ചുകൊണ്ട് വന്നു. മൂത്ത ജ്യേഷ്ഠനും അപ്പച്ചനുമായിട്ട് ആ കാറിൽ പുറകിൽ ഇരുന്നിട്ട് എന്നെ അവരുടെ മടിയിൽ കിടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ പെട്ടെന്നൊന്ന് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഇത് വലിയ സീരിയസ് ആയി പോയി, പെട്ടെന്ന് എത്തിക്കുക പറഞ്ഞു. എന്റെ പുറകെ ഞങ്ങൾ പോകുന്ന വാഹനത്തിന് പുറകെ ഒത്തിരി ദേശവാസികളായി കുറെ കൂട്ടുകാരൊക്കെ, സഹോദരങ്ങളൊക്കെ മറ്റു വാഹനങ്ങളിൽ എന്റെ കൂടെ വരികയാണ്. പലരും എന്റെ അന്നത്തെ അവസ്ഥ, ഇത്രയും ഹൈറ്റും ഞാൻ വീണ എന്റെ അവസ്ഥ കണ്ടാൽ ഞാൻ അവിടെ മെഡിക്കൽ കോളേജ് വരെ എത്തില്ല എന്നാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര അവസ്ഥയായിപ്പോയി. അത് ഇങ്ങനെ എന്റെ പുറകെ വരുന്നു. പല അതുവരെ എത്തുമെന്ന് എനിക്കും തീർച്ചയില്ല. പിന്നെ എന്റെ എന്റെ പിതാവും എന്റെ സഹോദരനും അവിടെ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിൻസീറ്റില് മുൻപില് ഡ്രൈവർ വാഹനം ഓടിക്കുന്നു. പിൻസീറ്റിലിരുന്ന് അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനിങ്ങനെ അവരെ നോക്കി കരയുകയാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ എന്റെ ഈ പ്രായത്തെ അവരെ വിട്ട് പോകണമല്ലോ, മരണപ്പെടുമെന്നുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ വരുവാനിടയായി. കാരണം എന്റെ ശരീരം അത്രത്തോളം ഈ ഈ അവസ്ഥ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ പിതാവും സഹോദരങ്ങളൊക്കെ നന്നായി കരയുകയാണ്. അവരും നല്ലവണ്ണം കരഞ്ഞു വേദനയോടെ ഇരിക്കുകയായിരുന്നു. എന്തായാലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി. അത്യാവശ്യം വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ അവര് സ്ട്രെച്ചറിൽ കിടത്തി തന്നെ പെട്ടെന്ന് ചെയ്തു. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടെ ഇതുപോലൊരു രോഗി പോയാൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ല, ആ കാര്യങ്ങളൊക്കെ ശരീരത്തിൽ അത് ചെയ്യുവാനിടയായി. പലതും ബ്ലോക്ക് ആകുവാനിടയായി. അതിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടർമാര് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയി പോയി. എന്തെങ്കിലും ഇത് ഒരു അടുത്ത ഒരു ദിവസം, ഒരു 12 മണിക്കൂർ എന്ന് പറയുന്ന ഒരു അര ദിവസം പോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു 2.5 മണിക്കൂർ മാത്രമേ അങ്ങേറ്റം പോയാൽ കാണുകയുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഒരു 12 മണിക്കൂർ കാണും എന്ന് പറഞ്ഞു. ആ 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ മരണപ്പെടാതിരുന്നപ്പോൾ ആ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചു കൊടുത്തു. ഈ ഒരു ഇഞ്ചക്ഷൻ വേണ്ടിയുള്ള മരുന്ന് അത് മേടിച്ചു കൊടുത്തു. അത് ഇഞ്ചക്ട് ചെയ്താൽ
ഒരു 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ആ മരുന്നിന്റെ പ്രയോജനം ഉണ്ടായാൽ മരുന്നിന്റെ ഫലം കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ കൈയോ കാലോ അനക്കാൻ പറ്റുമെങ്കിൽ അനക്കും, സ്വയമായിട്ട് അനക്കും എന്ന് പറഞ്ഞു. അനക്കാൻ പറ്റുമെങ്കിൽ അനക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. അപ്പോൾ 3 ദിവസത്തിനുള്ളിലും വീണ്ടും ഒരു ഒത്തിരി സ്കാൻ ചെയ്യുവാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വേറെ വാഹനങ്ങൾ അവിടെ നിന്ന് താഴെ പ്രൈവറ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇടയായിട്ടുണ്ട്. അതിനൊക്കെ അവർ എഴുതി തന്നു, അങ്ങനെയൊക്കെ കൊണ്ടുപോയി. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മരണപ്പെടുന്നില്ല. 2.5 എന്ന് പറഞ്ഞു, 2.5 മണിക്കൂർ എന്ന് പറഞ്ഞു, 12 മണിക്കൂർ എന്ന് പറഞ്ഞു, അടുത്ത 72 മണിക്കൂർ എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് മരണപ്പെടുന്നുമില്ല. ഈ ഇഞ്ചക്ഷന്റെ യാതൊരു ഫലവും എന്റെ ശരീരത്തിൽ ഉണ്ടായില്ല. കൈയും കാലും നിർജീവാവസ്ഥയിൽ, കൈക്ക് ചെറിയൊരു ബലം ഉണ്ടെന്നേ ഉള്ളൂ, അനക്കാം, ചെറുതായിട്ട് അനക്കാം, അത് വീണ സമയത്തെ ഉണ്ട്. പക്ഷെ കൈ ഉണ്ടോ എന്നുള്ള നല്ലവണ്ണം എനിക്കറിയില്ല. ആ അവസ്ഥ തന്നെയാണ് തുടർന്നിരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അവര് അടുത്ത വാർഡിലേക്ക് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം 3-മത്തെ ദിവസം അവര് എന്നെ ഓർത്തോ വിഭാഗത്തിലാണ് അഡ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ന്യൂറോ വിഭാഗത്തിലേക്ക് എന്നെ മാറ്റുവാനിടയായി. വേറൊരു വാർഡാണ്, ഇത് രണ്ട് വാർഡ്. ആ വാർഡിലേക്ക് മറ്റൊരു ഡോക്ടറാണ്, അദ്ദേഹം അവിടെ കൊണ്ടുപോകാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി. അപ്പൊ ഇതിനു മുമ്പ് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഇതിന് ഒരു എന്താണ് സർജറി ഓപ്പറേഷൻ ചെയ്ത് ഇത് കമ്പിയൊക്കെ ഇട്ടാൽ ശരിയാകുമെന്നൊക്കെ പലരും ഒക്കെ പറയുവാനിടയായി. അപ്പൊ എന്റെ അവസ്ഥ വളരെ ശോചനീയമായി പോവുകയാണ്. യൂറിനൊക്കെ ബ്ലഡ് ആയിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ബാഗിൽ ഇങ്ങനെ വന്ന് പറയുന്നതെല്ലാം ബ്ലഡാണ്. അത് മാത്രമല്ല, ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വളരെ ശോചനീയ അവസ്ഥയിലിരിക്കുന്നു. പക്ഷെ എങ്കിലും ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് സുഖമാവും, ഞാൻ എഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുക. ഇതിനിടയ്ക്ക് ഈ 3 ദിവസം എന്ന് പറയുന്നതിനിടയ്ക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ വൈഫിനെ അറിയിക്കുകയും അവര് ഹോസ്പിറ്റലിലേക്ക് വരുവാനും ഇടയായി. അവിടെ ആദ്യം ഈ സംഭവിച്ച ദിവസം അറിയിച്ചത് കാലിലൊരു ചെറിയ മുറിവ് കൊണ്ടതാണ്, കോടാലി കൊണ്ടതാണ്, അത് 1-2 സ്റ്റിച്ച് ഇടണം, അത് കഴിഞ്ഞ് സുഖമായിട്ട് നാളെ ഇനി കൊണ്ടുവരും എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവർക്കെല്ലാം ഈ അടുത്തുള്ള കൂട്ടുകാരൊക്കെ 1-2 പേര് അവിടെ ഭവനത്തിൽ കൂടെ ഉണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, മിക്കവാറും ഇത് മരണപ്പെട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിനുള്ള വീടും മുറ്റവും ഒക്കെ വൃത്തിയാക്കുകയൊക്കെ അന്ന് തന്നെ ചെയ്തവര് അത്ര അവസ്ഥയിലായിരുന്നു. ആരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ആരും പറയാനില്ല. അപ്പൊ ഈ സംഭവിച്ചതിന് പിറ്റേ ദിവസം വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവരിങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുക, കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ആണ് എന്റെ വൈഫ് എന്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല, ഇത് എനിക്ക് പെട്ടെന്ന് സുഖമാവും, ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും എന്ന് ഞാനിങ്ങനെ പറയാം. അത് കഴിഞ്ഞ് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 3-മത്തെ ദിവസം വരെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയുകയാണ്, പിറ്റേ ദിവസമാണ് വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് വൈഫ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ 3 ദിവസം വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും അവരവിടെ ഒന്നും ചെയ്യാതെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഇവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പോ വീട്ടിലുള്ള അപ്പച്ചൻ മറ്റു കാഴ്ചകൾ അന്വേഷിച്ചും ഒക്കെ പോയി. ജ്യേഷ്ഠൻ വീട് പണി നടക്കുന്നു, അങ്ങനെ അവരും അവിടുന്ന് പോയി. വൈഫ് മാത്രമേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കാന്നൊക്കെ പറഞ്ഞ് വൈഫ് മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. ഒരു പനി ഇടയ്ക്കുണ്ടാകുമ്പോൾ ഒരു ഗുളിക, അതിന്റെ പനി മാറുന്നതിന് ഗുളിക മാത്രം തരും. മറ്റു വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും ഗുളികയും എടുക്കും. ചിലപ്പോൾ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ. അത് വേദന അത്രയും സഹിക്കാൻ വയ്യാതെ രാത്രികളിലൊക്കെ ഭയങ്കരമായ വേദനയായിരിക്കും. ചിലപ്പോഴൊന്നും അവർ എടുക്കില്ല, അവർ കൂടുതൽ എടുത്തുകൂടാ എന്നൊക്കെ വൈഫിനോട് പറയും, എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുക, അത് വേദന എടുക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാതെ കഴിയുന്നതും നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനെന്തായാലും വേദന സഹിച്ച രാത്രികളിലൊന്നും ഉറക്കമില്ല, കിടക്കുകയാണ്. ഈ 3 ദിവസം കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു, 25 ദിവസം അങ്ങനെ നീണ്ടുപോയി. 25 ദിവസത്തിനുള്ളിലും അവര് ഈ കമ്പി ഒക്കെ ഞങ്ങളെ കൊണ്ട് വാങ്ങുവാനിടയായി. പുറത്ത് സർജിക്കൽ ഷോപ്പിൽ നിന്ന് ഇത് ഇന്ന കമ്പിയൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഇടേണ്ടത്. അതൊക്കെ ഞങ്ങളെ കൊണ്ട് അവർ മേടിപ്പിച്ചു. ഒത്തിരി പൈസയൊക്കെ അവിടെ ചെലവായി. എന്ന് പറഞ്ഞാൽ കയ്യിൽ ഉണ്ടതും ഇല്ലാത്തതും ഒക്കെ 25 ദിവസം കൊണ്ട് തീർന്നു. ആ സമയത്തൊക്കെ എനിക്ക് കൂടുതൽ ആഹാരമൊന്നും വേണ്ട, മറ്റൊന്നുമല്ല, ഓറഞ്ചിന്റെ നീര് എന്തെങ്കിലുമാണ് അല്പം എന്റെ ഉള്ളിലേക്ക് പോകുന്നത്, ഒരല്പം മാത്രം. ആ സമയം വൈഫ് ആഹാരം കഴിക്കുന്നതൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് നോക്കാനൊന്നും പറ്റില്ല. കഴിക്കുന്നതൊക്കെ എന്നോട് പറയും. പക്ഷെ വൈഫ് ഈ 25 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് ഒരു 5 ദിവസമെങ്കിലും ആഹാരം കഴിച്ചിട്ട് ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഈ അടുത്ത കാലത്താണ് എന്നോട് പറയുന്നത്, ഒരു ദിവസം ഒരു തൊട്ടടുത്തുള്ള ഒരു സഹോദരി അവരന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർക്ക് ഭക്ഷണം അല്പം ബാക്കി വന്നു. അവര് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകും. അങ്ങനെ ആ ഭക്ഷണം അവര് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വന്നത് കൊണ്ട് വേസ്റ്റ് ബോക്സിലേക്ക് ഇടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓടിപ്പോയി അവളത് ചോദിച്ചു വാങ്ങി.
കാരണം അത് പുറത്തു പോയൊന്ന് വാങ്ങിക്കാൻ എന്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നും അവർക്ക് മേടിച്ച് കഴിക്കാൻ വയ്യാത്തതും കഴിക്കാനും ഇറങ്ങത്തില്ല. അത്ര ആ, വിഷമത്തോടെയാണ് ഞങ്ങൾ 25 ദിവസത്തോടെ കഴിച്ചു കൊടുത്തത്. അപ്പൊ എന്റെ മനസ്സിലെ വിചാരം ഒരു ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോൾ കഴിച്ചെന്നൊക്കെ എന്നോട് പറയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കഴിക്കുകയാണ്. അപ്പൊ ഈ ഭക്ഷണം വാങ്ങി ആ, അത് കഴിച്ചിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്ക് ഇവിടെ വച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അവൾ അവിടെ കഴിച്ച് 2-3 ദിവസമൊക്കെ 1-2 ദിവസം വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നു. ബാക്കി കഴിച്ചതെല്ലാം ഇങ്ങനെയുള്ള ആഹാരമായിരുന്നു. ഈ അവസ്ഥയിലൊക്കെ കടന്നു പോകും. കാരണം കയ്യില് പൈസ ഉണ്ടായിരുന്ന പൈസ എല്ലാം അവിടെ തീരുവാനിടയായി. നമ്മള് പൈസയായിട്ട് പോയി ബാക്കി ഇനി അടുത്ത കടം ഇങ്ങനെ വാങ്ങണം. അതിനുവേണ്ടി അപ്പച്ചൻ ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നു. ആരും തരാനില്ല. പക്ഷെ പിന്നത്തേതിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തി എടുക്കണം, പൈസ ചിലവാക്കി രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയായിരുന്നു. ഡോക്ടർമാരൊക്കെ പോയി ഒന്ന് കണ്ട് പൈസ കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. ഒരു ഡോക്ടറെ പോയി ആ, കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ പൈസ ഒന്നും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടി എന്റെ വൈഫ് കടന്നുപോയിട്ടുണ്ട്. ഈ 25 ദിവസം എന്റെ കൂടെ ഇരിക്കുകയും ഈ ഇതിനിടയ്ക്ക് ഒരു 10 ദിവസമൊക്കെ ആയപ്പോ തന്നെ എന്റെ ഞാൻ കിടന്ന് ഈ ബെഡിൽ കിടക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു വ്രണം, ഈ പൊള്ളി, ആദ്യം വീഴുന്ന സമയത്ത് ഒരു വ്രണമൊന്നും വന്നില്ല. ഈ നട്ടലിനുണ്ടായ മുറിവ് മാത്രമേ ഉള്ളൂ. കൈകാലുകളും തളർന്നു, അത് മാത്രമേ ഉള്ളൂ. മറ്റു മുറിവുകളായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഈ പുറം ഭാഗത്ത് കിടന്നിട്ട് ബെഡ്സോഡ് പോലെ ചെറിയ ചെറിയ രീതിയിലൊരു ആ, പൊള്ളി, നമ്മുടെ ചൂടുവെള്ളം വീണ് പൊള്ളുന്നത് പോലെ പൊള്ളലുണ്ടായി. അങ്ങനെ 2-3 വ്രണങ്ങൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, കാണിച്ചു. അപ്പൊ ഡോക്ടർക്ക് അതൊരു അതിശയമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇത് ഒരുപാട് സംഭവിക്കുന്നതാണ്, ഇങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇപ്പൊ പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ ആ വ്രണം പെട്ടെന്ന് കരിയുമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോ ഡ്രസ് ചെയ്യാൻ വന്ന ഡോക്ടർ നന്നായിട്ട് ഇത് ഡ്രസ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് വളരെ സൂക്ഷിക്കണം, നന്നായി ഇത് വലുതാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കഴിയുന്നതും ചരിച്ച് തന്നെ കിടത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ചരിച്ച് കിടത്തണമെങ്കിൽ 4 പേരുടെ സഹായം വേണം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നന്നായി മെലിഞ്ഞു തുടങ്ങി. അത് മാത്രം മെലിഞ്ഞു തുടങ്ങുകയും എന്നെ ചരിച്ചു കിടത്തുമ്പോൾ ഒരാൾ കാല് പിടിച്ചിങ്ങനെ ചരിയുന്ന ഭാഗത്തേക്ക് മുകളിൽ വരുന്ന കാലിനെ മടക്കി പതുക്കെ ചരിക്കണം. അതോടൊപ്പമുള്ള ബന്ധത്തിൽ തന്നെ പുറകുവശം ഇങ്ങനെ ആ നമ്മുടെ പുറം ഭാഗം ഒന്ന് കൈകൊണ്ട് പതുക്കെ ഈ പൊട്ടിയ ഭാഗത്ത് 2 വശത്തുമായിട്ട് കൈവച്ച് ഒരാൾ പതുക്കെ ചരിക്കണം. അടുത്ത് ഒരാൾ കൈയും തലയും കൂടെ പിടിച്ച് ചരിക്കണം. അതിന് 3 പേരുടെ സഹായം ഉണ്ടെങ്കിൽ, ഡോക്ടർ അത് അങ്ങനെയാണ് പറഞ്ഞു തന്നത്, 3 പേരുടെ സഹായത്തോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്തിക്കൊണ്ടിരുന്നത്. തൊട്ടടുത്തുള്ളവരൊക്കെ അങ്ങനെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഈ വ്രണം വന്നു. ആ സമയത്ത് തന്നെ 15 ദിവസം വീണ്ടും അവിടെ കിടന്നു. വ്രണം വീണ്ടും വീണ്ടും വലുതാകാൻ തുടങ്ങി. ചെറിയൊരു ഒരു ഒരു പൊട്ടുപോലെ വന്നത് വലിയ വ്രണങ്ങളായി അല്പം കൂടെ വലുതായി വലുതായി തുടങ്ങി. എന്നാൽ 25-ാമത്തെ ദിവസം PT അവരൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി. കാരണം വൈഫിനോട് ഒരു പ്രതീക്ഷയുടെ വാക്കൊന്നും ഡോക്ടർമാർക്ക് ഇല്ല. ഇതിൽ ഇനി ഒന്നും ചെയ്യണ്ട. അവർ ചെയ്യാതിരുന്നത് അവർ പറഞ്ഞ കാരണം അത് ചെയ്യുന്ന കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിന് പണി നടക്കുക, അതിനകത്ത് പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് പണി കഴിഞ്ഞ ഉടനെ ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യമാണ് അവർ പറഞ്ഞ് വൈഫിനെയൊക്കെ ആശ്വസിപ്പിച്ചിരുന്നത്. അപ്പൊ ഞാനും അത് വിശ്വസിച്ചാണ്, ഞങ്ങളത് വിശ്വസിച്ചാണ് ഇരുന്നത്. കാരണം അതിനുള്ള സാധനങ്ങളൊക്കെ അവർ മേടിപ്പിച്ചു. മറ്റൊന്നുമല്ല, ഇതിലിനി ഒരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാതിരുന്നതാണ്. അങ്ങനെ കുറെ ഈ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പുറത്തൊക്കെ കിടക്കുന്ന രോഗികള് വർഷങ്ങൾ കൊണ്ട് കിടക്കുന്ന കുറച്ച് രോഗികൾ, അവരും ഇതുപോലെ ഇത് കമ്പി ഇട്ടിട്ട് കിടക്കുന്നവരാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കമ്പി ഇട്ട് കിടക്കുകയാണ്. വ്രണങ്ങൾ വലിയ വ്രണങ്ങളായി അവർ കൊണ്ടുപോകും, വീണ്ടും വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഈ വ്രണങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്കറിയില്ല അവർ അങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. 25-ാമത്തെ ദിവസം വൈഫ് പറഞ്ഞു, ഇനി എന്തായാലും ഇവിടെ കിടത്തിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർമാരുടെ വാക്കുകളൊക്കെ കേട്ടിട്ടും എനിക്കും അത് മനസ്സിലായി, ഇനി പ്രതീക്ഷയില്ല എന്ന് മനസ്സിലായി. ഇതിനിടയ്ക്കൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും ഇളയ കുഞ്ഞിനന്ന് 1.5 വയസ്സ് പ്രായം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെ ഒന്നും നന്നായിട്ടൊന്നും താലോലിക്കുകയോ സ്നേഹിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം എന്റെ സഹോദരങ്ങളെ മൂത്ത 4 പേരുടെയും കുഞ്ഞുങ്ങള് എന്റെ വളരെ ചെറുപ്പത്തിലെ, എനിക്ക് 5-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എന്റെ മൂത്ത ചേച്ചിക്ക് കുഞ്ഞിനെ കിട്ടിയത്. അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായി ഞാൻ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിനെ അത്രത്തോളം ഈ ചെറുപ്പത്തിലെ അവരെ വിട്ട് മാറി പോകുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോ പെട്ടെന്ന് കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകും. ഞങ്ങൾ രണ്ടുപേരും മുഖത്തൂടെ നോക്കിയാൽ എന്റെ കണ്ണ് നിറയുന്നത് കണ്ട് വൈഫും കരയും.
പിന്നെ വലിയൊരു കരച്ചിലാകും. ഞാൻ പറയും, ഒരു കാര്യം ചെയ്യ, ഒരു ടവലോ തുവാലോ എന്തെങ്കിലും ഒന്ന് എടുത്ത് എന്റെ മുഖത്തേക്ക് ഇടുന്ന് പറയും. കാരണം മറ്റാരും കാണാതെ കരയാൻ വേണ്ടി. കണ്ണുനീരൊക്കെ ഒഴുകുന്നതും അറിയാതെ നമ്മുടെ മുഖത്തെ ഭാവം മാറുന്നതും വിങ്ങി വിങ്ങി കരയുന്നതൊക്കെ ആരും കാണണ്ട എന്ന് പറഞ്ഞ് ഞാൻ വൈഫിനോട് പറയും. എപ്പോഴും വൈഫ് ഇടയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ മറ്റൊരാളിനോട് നമ്മുടെ സങ്കടം കണ്ട് കാണിക്കണ്ട എന്ന് ഉള്ള ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഈ ലാസ്റ്റ് ദിവസം ഈ പറഞ്ഞ 25-ാമത്തെ ദിവസം ഞാനിങ്ങനെ ഇത് പറഞ്ഞിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നെ ഇനി ഇവിടെ കൂടുതൽ സമയം കിടത്തിയിരിക്കണ്ട, ഒരു പ്രതീക്ഷയും ഇല്ലെന്നാണല്ലോ പറയുന്നത്. എന്തായാലും എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുക, നമുക്ക് അവിടെ സഹോദരങ്ങളും നമ്മുടെ മക്കളും അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ ചുറ്റും നിന്ന് ഒന്ന് പാടി നമ്മുടെ സന്ധ്യാ പ്രാർത്ഥന നടത്തുന്നത് പോലെ ഒന്ന് എന്നെ അവിടെ കൊണ്ടുപോയെന്ന് നിങ്ങൾ ചുറ്റും, ഞാൻ കിടക്കുന്ന ബെഡിന് ചുറ്റും നിന്ന് അങ്ങനെ പാടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവൻ പൊയ്ക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ, തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് ഉറപ്പായി. എന്റെ ശരീരം ഇനി ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. സംസാരിക്കാൻ കഴിയുമെങ്കിലും കൈകാലുകൾ അനക്കാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കിടക്കുകയാണ്. വ്രണങ്ങളായി ഇങ്ങനെ വീണ്ടും വീണ്ടും ശോചനീയാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വൈഫിനോട് അങ്ങനെ പറയുവാനിടയായി. ഇത് പറഞ്ഞു തീർന്നതും വൈഫ് അങ്ങ് ഇത്തിരി ശബ്ദം വരുന്ന രീതിയിൽ വിങ്ങി വിങ്ങി പൊട്ടി പൊട്ടി കരയുവാനിടയായി. അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്തും ഞാൻ കണ്ണീരോടെയാണ് പറയുന്നത്. കാരണം ഞാൻ കരയുന്ന മുഖം കരയുന്നില്ലെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും എന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേദന ഉണ്ടാകാത്ത രീതിയിലാണ് പറഞ്ഞെങ്കിലും പെട്ടെന്ന് വൈഫിന് അതിയായ സങ്കടം, ദുഃഖം വന്നു. വിങ്ങി വിങ്ങി കരയുവാനിടയായി. അപ്പൊ പ്രയാസപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിന്ന് കുറച്ചു നേരം ആ മുട്ടുമേൽ നിന്ന്, ഞാൻ കിടക്കുന്ന കട്ടിന്റെ താഴെയാണ് അവൾ അടിവശത്താണ്, തറയിലാണ് കിടക്കുന്നത്, പൊക്കമുള്ള കട്ടിലാണ്, ബെഡിലാണ് കിടത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിന്ന് മുട്ടുമേൽ നിന്ന് എന്റെ കൈ പിടിച്ചു വെച്ച് കുറച്ചു നേരം ആശ്വാസ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഇങ്ങനെ തലയിലൂടെ തുണിയിട്ടു, എന്റെ മുഖത്തൂടെയും തുണിയിട്ടു. ഇതിനിടയ്ക്ക് ഞങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വൈഫ് പറഞ്ഞു, ഞാനൊന്ന് ബൈബിൾ വായിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നത്തെ പോലെ ഞങ്ങള് രണ്ടുപേരുടെ ബൈബിൾ അവിടെ ഉണ്ട്. അപ്പൊ വൈഫിന്റെ ബൈബിൾ എടുത്ത്, ഇതിനിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ ബൈബിൾ എടുത്ത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തിരുവചനം അവളുടെ മുഖത്ത്, വായിക്കുന്ന സമയത്ത് കാണുവാനിടയായി. നീ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് പറഞ്ഞു. വൈഫ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കുറച്ചുകൂടെ സങ്കടപ്പെട്ട് ആ സന്തോഷത്തിന്റെ ആ കരച്ചിലോടുകൂടെ എഴുന്നേറ്റ് എന്റെ കൈകളെ വീണ്ടും പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്, ചേട്ടൻ ഇനി ഒരിക്കലും നമ്മൾ ഇനി വീട്ടിൽ പോയി മരണപ്പെടുമെന്നോ അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ ദൈവം ജീവൻ എടുത്തുകൊള്ളുന്നോ അങ്ങനെ ഒന്നും ഒരു വാക്കിന് പറയരുത്. ദൈവം അത്ഭുതകരമായ ഒരു വചനം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ വായിക്കുകയും നമ്മൾ കാണാതെ അറിയുകയും ചെയ്യുന്ന വചനമാണ്. ആ വചനം എനിക്ക് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നെ ആശ്വസിപ്പിച്ചു. ആ വചനം ഇതാണ്. ആ വചനം എടുത്ത് എനിക്ക് 118-ാം സങ്കീർത്തനത്തിലെ 7-ാം വാക്യം ഇങ്ങനെ എടുത്ത് എനിക്ക് കാണിച്ചെന്ന് വായിച്ചെന്നപ്പോ ഞങ്ങള് ഭയങ്കരമായൊരു ദൈവശക്തി ഞങ്ങളുടെ മേൽ കടന്നു വന്നു, ഒരു ആത്മസന്തോഷം. അപ്പൊ പിന്നെ ഞങ്ങൾ വീണ്ടും കരയുന്നത് ആ സന്തോഷം കൊണ്ടുള്ള, ആ ദൈവത്തിലുള്ള ആ ദൈവം നമ്മളോട് ഇടപെടുന്ന ആ സന്തോഷം കണ്ട് വീണ്ടും ഞാനിങ്ങനെ കരയാണ്, വിങ്ങി വിങ്ങി കരയാണ്. അപ്പൊ അവർ വിചാരിക്കുന്നത്, വൈഫ് കരുതുന്നതാണ് ഞാൻ സങ്കടപ്പെട്ട് കരയാണെന്ന് വിചാരിച്ചു. അവര് സന്തോഷം കൊണ്ടാണ്, എന്റെ കണ്ണുനീര് കണ്ടൊക്കെ ആയിരിക്കാം അവരുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പൊ കരയരുത്, ഇനി ഒരിക്കലും കരയരുത്, ഇനി ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറഞ്ഞുകൂടാ. ചേട്ടൻ പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് വാക്കൊന്നും പറഞ്ഞുകൂടാന്നൊക്കെ പ്രസംഗിച്ചിട്ടുള്ള എന്റെ, ഇനി ആ വാക്കിനി പറയരുത് എന്ന് പറഞ്ഞു. ദൈവം ഈ വചനത്തിലൂടെ ഇടപെടുമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ ഉറപ്പിക്കാനിടയായി. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി ഒരു തകർച്ചയുടെ നടുവിലേക്ക് ആ വചനം ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്, ആ നിമിഷം മുതൽ വചനം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിന് തകർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായ തകർച്ചകളാണെങ്കിലും അപ്പോഴൊന്നും കൈവിടാതെ ഈ തകർച്ചയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം വാളായി, മനുഷ്യരുടെ വാക്കുകളൊക്കെ ഇങ്ങനെ നെഗറ്റീവായി നിൽക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന ഒരു വാള് പോലെ ആ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അനുഭവിക്കുകയാണ്. കാരണം ആരും ഒരു പോസിറ്റീവായി ഒരു രക്ഷപ്പെടും എന്നൊരു വാക്ക് ഒരു മനുഷ്യന്റെ വായിലൂടെ വരുന്നില്ല. വരുന്നതെല്ലാം ആര് നമുക്ക് വേണ്ടി പറഞ്ഞാലും ഒന്ന് ആശ്വസിപ്പിക്കുന്ന അടുത്തും ഏതെങ്കിലും ദേവദാസന്മാരൊക്കെ വന്ന് പറയുന്നതല്ലാതെ നമുക്ക് അവിടുത്തെ സാഹചര്യം, ആ ഡോക്ടർമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ വരുന്ന ആ വാക്കുകളും മാറ്റി നിർത്തി എന്റെ വൈഫിനോടൊക്കെ പറയുന്നതെല്ലാം ഈ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള വാക്കുകളാണ്.
അപ്പോ അതിനെയൊക്കെ എന്ത് പറയാൻ, തകർക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം നമുക്ക് മറ്റൊന്നുമല്ല, ഈ വചനം നമ്മൾ അത് ഏറ്റെടുത്ത നിമിഷം നമ്മളിൽ അത് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമായി. ഇനി എന്ത് സംഭവിച്ചാലും ദൈവം ഈ വചനത്തിലൂടെ പ്രവർത്തിച്ചത് പുറത്തു കൊണ്ടുവരും എന്ന് ഇടയായി, എന്ന് മനസ്സിൽ ഇങ്ങനെ ഉറയ്ക്കുവാനിടയായി. അന്ന് ഞങ്ങള് ഈ 25 ദിവസം കൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഞങ്ങള് അപ്പോഴപ്പോഴായി വൈകി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സുഖമായ ഭവനത്തിൽ പോയാൽ ഉടനെ കർത്താവെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ നീ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കണ്ണുനീരൊഴുക്കി എന്തെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറയാനുണ്ടോ, ഏതെല്ലാം സമയം കർത്താവ് അവസരങ്ങൾ തന്നിട്ടും അതിനെ ത്യജിച്ചു കളഞ്ഞു, അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും കുറവുകൾ വന്നിട്ടുണ്ട്, പലപ്പോഴും നല്ല അനവധി വന്നിട്ടുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ദിവസം ആ ആ വചനം കിട്ടിയതിന് ശേഷം വൈഫ് പറഞ്ഞു, ഇനി ഒന്നും നോക്കുന്നില്ല. ഞാൻ ആ വീട്ടിലെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പൈസ കുറച്ച് വെക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. താഴെ നിന്ന് ഡോക്ടറെ എന്നൊക്കെ എഴുതി മേടിക്കാനുണ്ട്, അതൊക്കെ എഴുതി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്, മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ സാമ്പത്തികം ഒന്നും നോക്കണം, നമുക്ക് ഉള്ളതൊക്കെ വിറ്റ് ആയാലും ഇതിൽ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് പറഞ്ഞ് വൈഫ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. കാരണം ഇനി ഇങ്ങനെ എന്തായാലും ഈ വ്രണത്തിന് വേണ്ടി ഇവിടെ ഇട്ടേക്കാൻ പറ്റില്ല, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് സുഖം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാം, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സുഖമാകും. അങ്ങനെ ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തുകയാണ്. ഞാനത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് സുഖമാവും, ഇവര് ട്രീറ്റ്മെന്റ് ചെയ്യും, നമുക്കല്ലേ ദൈവം എന്തായാലും സുഖം തരുമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാണ്. പക്ഷെ വൈഫ് അവളുടെ മനസ്സിൽ ഏതോ ഒരു ഡോക്ടർ ഇതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിറ്റിട്ട് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയാനിടയായി. കാരണം ഇത് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വൈഫിന്റെ ഉള്ളിൽ അതാണ് ഈ വചനം ഇങ്ങനെ, നമ്മൾ വചനവും ഉണ്ട്, ഇങ്ങനെ ഒരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് രാത്രി എന്നെ എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടുത്തെ ആ, ആ, നമ്മളോട് ചോദിച്ചിട്ട് പോയി ആ കൊണ്ടുപോകേണ്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി ആ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. 3 ആഴ്ചയായിരിക്കുകയാണ്, കൊണ്ടുവരട്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നട്ടല് തകർന്ന അവസ്ഥയാണ്, കൈകാലുകൾ ചലനമറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടർ ആദ്യം കരുതിയത് 3 ആഴ്ച എന്ന് ചിന്തിച്ചത് 3 ദിവസം എന്ന് കരുതി. കാരണം ഇത്രയും 3 ആഴ്ച ആയ ആളിനെ ഒന്നും പെട്ടെന്ന് അവിടെ പ്രൈവറ്റിലേക്ക് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഒന്നുകിൽ 2 ദിവസം, അല്ലെങ്കിൽ അന്ന്, അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം കൊണ്ടുപോകും. 3 ദിവസം എന്നാണ് ഡോക്ടർ കരുതിയത്. കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ എല്ലാ റിസൾട്ടുകളൊക്കെ എടുത്ത്, സ്കാനിങ്ങിന്റെ റിസൾട്ട് 2-3 സ്കാനിങ് ചെയ്തിട്ടുണ്ട്, എല്ലാ റിസൾട്ടും എല്ലാം എടുത്ത് ലൈഫ് ആദ്യം ഡോക്ടർ അത് എഴുതി തരാനൊക്കെ വിസമ്മതിച്ചെങ്കിലും അവിടുത്തെ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പിന്നെ അത് എഴുതി തന്നു. ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഉള്ള സംവിധാനം ചെയ്തു. അതൊന്നും അവിടെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങളെ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയ സന്ധ്യയ്ക്കാണ്, ഏകദേശം 6 മണി ഒക്കെ കഴിഞ്ഞ സമയത്താണ്. എന്നെ ആ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം നോക്കിയിട്ട് എന്നെ അടുത്ത് വന്ന് നോക്കിയാണ്. നോക്കിയിട്ട് പറഞ്ഞു, ഇത് 3 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണല്ലോ, 25 ഡേയ്സ്, 25 ഡേയ്സ് കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തായാലും ഇതിലിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, 3 ദിവസം എന്നാണ് ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞു. എന്തായാലും ഇത് സാവകാശം, ഇതിന് സുഖം ലഭിക്കും, നിങ്ങൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അന്ന് ഇന്നത്തെ ഒരു പ്രൈവറ്റ് സ്ഥാപനമല്ല, അന്ന് എന്നെ കൊണ്ടുപോയപ്പോ തന്നെ അവർക്ക് ഞങ്ങളുടെ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലായി. അന്ന് ഏറ്റവും സാധുക്കളായ ഹോസ്പിറ്റലിൽ ഏറ്റവും സാധുക്കളായി കണ്ടത് ഞങ്ങളെയാണ്. എന്റെ വൈഫിനെയും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വളരെ ക്ഷീണിച്ച അവസ്ഥയിലും ഞാനും ഒരു അസ്ഥിമഞ്ജരമായി കിടക്കുന്ന ഒരു അവസ്ഥ, തോലുള്ള ഒരു അസ്ഥി എന്ന് പറയാം, അങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഈ അവസ്ഥ. ഇതുപോലെ ആരും ആ ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പോ എന്തായാലും കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞു. ഇത് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇതിന് പൈസ ഒന്നും മുടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടും ആ ഡോക്ടർ സമ്മതിക്കാതെ എന്നെ അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്ക് ലിഫ്റ്റ് വഴി ഈ സ്ട്രെച്ചറിൽ കിടത്തി തന്നെ മുകളിലേക്ക് റൂമിൽ കൊണ്ടുപോയി. എന്റെ തലയിലൊക്കെ തലോടിക്കൊണ്ട് ആ ഡോക്ടർ ചെറിയൻ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നും അദ്ദേഹം വളരെ വയസ്സായ ഒരാളാണെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. പല അന്യദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ പ്രഗത്ഭനായ നമ്മുടെ കേരളത്തിലെ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, എന്തായാലും വിൻസെന്റെ, ഇത് നിനക്ക് സുഖമാകും, പതുക്കെ സുഖമാകത്തുള്ളൂ. ഇത് ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ സ്റ്റീൽ ഇട്ടാലും നിനക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ചെയ്യുന്നത്
വളരെ റിസ്ക് ആണ്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ആയിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് സുഖമാവും, ആഹ് കിടക്കുകയെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോ പിടിവിട്ടു പോകും എന്ന് പറഞ്ഞാൽ അത് കൈവിട്ടു പോകും എന്നുള്ള ആ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എന്റെ വൈഫ് ഇത്രയും ഇതിൽ നിൽക്കുകയാണ്, കാരണം നമ്മള് ആഹ് ദൈവം തന്ന ഒരു ആലോചനയാണെന്നൊക്കെ എന്നെ വൈഫ് പറഞ്ഞ് എന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ എന്നെ വിട്ടേക്കും. അപ്പൊ സമ്മതിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാനിത് ചെയ്യണം. എന്നിട്ട് ഞാനൊരു വാക്കൂടെ പറഞ്ഞു, ഞാൻ മരിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അത് മരിച്ചോളട്ടെ, പക്ഷെ എന്നെ ജീവിപ്പിച്ച് വച്ചിരിക്കേണ്ടതാണ് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ചെയ്യും. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ നന്നായിട്ട് ചിരിച്ചു, സന്തോഷിച്ചു. സന്തോഷിച്ച് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. പക്ഷെ അത് ഞാൻ ആ വാക്കുകളൊക്കെ പറയുന്നത്, സംസാരിക്കാൻ നന്നായിട്ട് കഴിയുന്നു, എന്റെ ഈ വാക്കൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സന്തോഷം പോലെ. ചുറ്റും മറ്റു ഡോക്ടേഴ്സ് ഒക്കെ നിൽക്കുകയാണ്, എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. 12 മണി, രാത്രി 12 മണിയായപ്പോൾ അന്ന് തന്നെ കൊണ്ടുപോയതിന്റെ അന്ന് തന്നെ രാത്രി 12 മണിക്ക് ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. ചെയ്ത് കുറച്ചൊരു ഇത് കഴിഞ്ഞ ഒരു 3-4 മണിക്കൂർ നേരം പുലർന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ബോധം തെളിഞ്ഞു. പക്ഷെ വേദന, ഒരു ബോധം എന്ന് പറയാം. ഞാൻ വേദന കൊണ്ട് ഭയങ്കരമായി യേശുവേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. എനിക്ക് അസഹനീയമായ വേദനയാണ് യേശുവേ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ഉച്ചത്തിലാണ് വിളിക്കുന്നതെന്നാണ് പിറ്റേന്ന് സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞത്. ഭയങ്കരമായ വിളി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയണം. പക്ഷെ ഞാൻ എന്നെ ഈ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്റെ അപ്പച്ചനും ഒക്കെ പുറത്തുണ്ടായിരുന്നു. അവസാനത്തെ ചുംബനം എന്ന പോലെയൊക്കെ എന്നെ ഒരുപാട് ചുംബിച്ചൊക്കെയാണ് വിടുന്നത്. മറ്റൊന്നുമല്ല എങ്കിലും ഞാൻ അപ്പച്ചനോടൊക്കെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്റെ അളിയന്മാരുണ്ടായിരുന്നു, അവരോടൊക്കെ പറഞ്ഞ് ഈ പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു ചർച്ചുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്തൽ സഭ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരന്റെ മൂത്ത ജ്യേഷ്ഠൻ കർത്താവിന്റെ പേരിൽ ചെയ്യുന്ന ആ സംഘടന, അവിടെ ഒരു വലിയൊരു ചർച്ചുണ്ട്. അവിടുത്തെ പാസ്റ്റർ ഞങ്ങൾ ബന്ധുക്കളുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ചിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ പോയി നിങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിക്കണം. വൈഫിനെ മാത്രം ഇവിടെ ആക്കിയിരുന്നാൽ മതി, മറ്റാരും ഇവിടെ വേണ്ട. അപ്പൊ ഞാനത് പറഞ്ഞിട്ടാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞത്. ഇവിടെ കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഓപ്പറേഷനെ കഴിഞ്ഞു. അവര് പ്രാർത്ഥിക്കാൻ അവരെല്ലാവരും പോയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. അവരും രാവിലെ സമയമായപ്പോൾ അവരും ഹോസ്പിറ്റലിലേക്ക് വന്നു. അതിശയം എന്ന് പറയാം, ഞാൻ കിടന്ന ബെഡിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്തി. പക്ഷെ ശരീരത്തിന് അസഹനീയമായ വേദനയുണ്ട്. നട്ടലിന്റെ മുകൾ അറ്റത്തെ ഭാഗം മുതൽ താഴെ വരെ ഇങ്ങനെ അത് കീറിയിട്ടാണ് അത് ആ സ്റ്റീൽ ഘടിപ്പിച്ചത്. 2 ഭാഗത്ത് 2 സ്റ്റീൽ ഘടിപ്പിച്ച് ഇങ്ങനെ സ്ക്രൂ ഇട്ട് മുടുക്കുവാനിടയായി. അപ്പൊ കർത്താവ് അങ്ങനെ ഒരു കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി മനുഷ്യരുടെ വാക്കുകളൊക്കെ പറ്റില്ല, സാധ്യമല്ല എന്ന് തോന്നിയ സമയത്തൊക്കെ എനിക്കും ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ല എന്നൊരു മനസ്സും എന്റെ മനസ്സിലുണ്ടായിരുന്നു. കർത്താവ് സഹായിച്ചു. അവിടെ ഈ ബെഡിൽ, ഞാൻ കിടന്ന ബെഡിൽ തന്നെ, കിടക്കേണ്ട ബെഡിൽ തന്നെ കൊണ്ടുപോയി കിടന്നു. ആദ്യം ഒരു വാർഡ് പോലെ ഒരു വാർഡ് തന്നു, ഒരു റൂം തന്നായിരുന്നു, ഒരു ബെഡ് തന്നായിരുന്നു. ആ ബെഡിൽ നിന്നാണ് പിന്നെ രാത്രി 12 മണിയായപ്പോഴാണ് അവരെന്നെ ഇതിനു വേണ്ടി കൊണ്ടുപോയി. രാവിലെ അവര് പലരും പറഞ്ഞത് ICUയിലൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ കിടന്ന ബെഡിലേക്ക് എന്നെ കൊണ്ടുവന്ന് കിടത്തി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് എന്നെ വിടുവാനിടയായി. വിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കുഞ്ഞുങ്ങളെയൊക്കെ കാണുവാനും സന്തോഷിപ്പാനൊക്കെ ഇടയായി. ഞാൻ ആഹാരമൊന്നും എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ആ റൂമിൽ എപ്പോഴും പ്രാർത്ഥനയാണ്. ഞാൻ അവിടെ പോയെങ്കിലും ഒരു അനേകര് അവസാനമായി കാണാൻ വരുന്നത് പോലെയൊക്കെ അവിടെ വന്ന് നിറയുകയാണ് ആൾക്കാർ. ആ ദേശത്തുള്ളവരും കൂട്ടുകാരും ദൈവദാസന്മാരും ഒക്കെ. പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്നറിയാം. അങ്ങനെ ചിന്തിച്ച് എല്ലാവരും വരാനിടയായി. കുറെ നാളുകൾ ഇങ്ങനെ ഒരു ഏകദേശം 2.5 മാസത്തോളം ഇങ്ങനെ നീണ്ടുപോയി. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കിടക്കുന്ന ബെഡിന് ചുറ്റും ഈ കൊച്ചു കുഞ്ഞു വരെ 3 കുഞ്ഞുങ്ങളും ഈ അമ്മയും എന്റെ അമ്മച്ചിയും എന്റെ സഹോദരങ്ങളും എന്റെ അപ്പച്ചനൊക്കെ നിന്ന് അപ്പോഴപ്പോഴായി പ്രാർത്ഥനയാണ്. ഇതിങ്ങനെ കരങ്ങൾ ഉയർത്തി എന്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുക, എന്റെ അപ്പയെ തിരിച്ചു തരണം എന്നൊക്കെ നിലവിളിക്കുന്ന ശബ്ദം ഇന്നും എനിക്കത് എന്റെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുക. അത് കണ്ണുനീരോടെ വിളിക്കുന്നത് ഞാനും ഇത് കരഞ്ഞിട്ടുണ്ട്. സങ്കടപ്പെട്ട് ഞാനും ദൈവമേ എന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. ഒരു 3 മാസത്തിനകത്ത് 2 മാസത്തിന് 3 മാസത്തിനിടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് എന്നെ നന്നായിട്ട് വൃത്തിയോടെയാണ് കിടത്തിയിരിക്കുന്നത്. ഈ പുറകിലുണ്ടായ വ്രണം വളരെ വലുതായി ഈ ദിവസങ്ങൾക്കുള്ളിൽ. ഒരു പ്രാവശ്യം കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവരൊന്ന് ഡ്രസ് ചെയ്തൊക്കെ വിട്ടു. അകത്തുനിന്നുള്ള കുറെ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. ചെറിയ ഒരു മുറിവായിട്ട് വന്നത് ഒരു വലിയ വ്രണമായി. അന്നൊക്കെ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് നിൽക്കുന്ന ആ വലുപ്പമായി.
ആ വലിപ്പത്തിലുള്ള വലിയ വ്രണം ഒരു കുഴിയുവാനിടയായി, കുഴിവുള്ള ഒരു വ്രണമായി. അവിടെ അതിനകത്ത് നിന്ന് കുറെ ഭാഗങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന സ്പോഞ്ച് പോലെ ഒരു ഭാഗം ഇങ്ങനെ വളർന്നു വരും, അത് ജീവനില്ലാത്ത, അതിങ്ങനെ വെട്ടി മാറ്റുവാനിടയായി. രക്തത്തിന്റെ ഒരു അംശവും കാണാൻ പറ്റില്ല, അത്ര രീതിയിൽ വെട്ടി മാറ്റി അവർ ഡ്രസ് ചെയ്ത് വിട്ടു. വീണ്ടും വീട്ടിൽ വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ഇങ്ങനെ വളർന്നു വന്നു. ഒരു ദിവസം എന്നെ ഇങ്ങനെ ശരീരമൊക്കെ ഈ വെള്ളം ചൂടാക്കി ചെറു ചൂടോടുകൂടെ അപ്പോഴപ്പോഴായി വിയർപ്പുണ്ടാകാതെ ഒക്കെ ഇങ്ങനെ വൃത്തിയായി കൊണ്ടിരിക്കുകയാണ്. വിയർപ്പ് അഴുക്കൊന്നും ഉണ്ടാകാതെ നന്നായിട്ട് വൈപ്പ് ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ എന്റെ കാല് ഈ ഇങ്ങനെ കാലിങ്ങനെ പൊക്കുമ്പോൾ ഈ തോലിങ്ങനെ താന്ന് കിടക്കുക. കാരണം മാംസഭാഗം എല്ലാം ആ, ഒന്നുമില്ല, തോലിങ്ങനെ താന്ന് കിടക്കുക. നമ്മുടെ ഈ പശുക്കളെയൊക്കെ കാണുമ്പോൾ അതിന്റെ കഴുത്ത് ഭാഗം കിടക്കുന്നതിന്റെ കാലിങ്ങനെ പൊക്കുമ്പോൾ തോലിങ്ങനെ ആ താഴ്ന്നു കിടക്കുന്ന പോലെ കാല് കിടക്കും. അതിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ പനിയും ഉണ്ടാകും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പനി വന്നിട്ട് ഈ കമ്പി കിടക്കുന്ന ഭാഗം, ഈ സ്റ്റീൽ വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെ വിറയ്ക്കുകയാണ്. എന്റെ ശരീരം മൊത്തം ഇങ്ങനെ വിറയ്ക്കുക. ആ ഭാഗം പ്രത്യേകിച്ച് വിറയ്ക്കുന്നത് എനിക്കറിയാം. വൈഫ് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലില് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കുത്തുപോലെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ, അതിൽ നിന്ന് ഇങ്ങനെ പത പത പോലെ, ഈ സോപ്പിന്റെ ചെറിയൊരു പത പോലെ ഒരു ഭാഗം ഇങ്ങനെ ഈ മുറിവുകൾ, ഈ ഹോളുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാനിടയായി. അപ്പോൾ ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് വീണ്ടും തുടച്ചിട്ട് വീണ്ടും സൂക്ഷിച്ച് നോക്കിയപ്പോൾ രണ്ട് കാലുകളിലും നിറയെ ആ ഭാഗം ഇങ്ങനെ കാണുവാനിടയായി. നോക്കിയപ്പോ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറിയ കറുത്ത രീതിയിൽ ആ കൃമികൾ ഉണ്ടായി, അതിന്റെ തലയുടെ ഭാഗം കാണാനിടയായി. രണ്ട് കാലുകളും അങ്ങനെ നിറഞ്ഞു. ഇത്രയും വൃത്തിയായിട്ട് വൃത്തിയോടെ വച്ചിരിക്കുന്നെങ്കിലും ഇത് പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചെന്നായിപ്പോയി. കാരണം ഈ കാലിന് ജീവൻ നഷ്ടപ്പെട്ടത് പോയതാണ്. ആ സമയത്ത് തന്നെ അസഹനീയമായ സ്മെല്ല് അവിടെയുണ്ട്. ഇത് എന്താണെന്ന് പോലും നമുക്ക് ഇതിൽ നിന്നാണോ എന്താണെന്ന് അറിയില്ല. ഈ വ്രണത്തിൽ നിന്ന് വരുന്നതായിരിക്കും, വലിയ വ്രണത്തിലൂടെ വരുന്ന ആ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ ചരിച്ചു കിടത്തിയാലും എങ്ങനെ കിടത്തിയാലും അതിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്ന അകത്തേക്ക് അല്പം ഒരു അര ഗ്ലാസ് വെള്ളം പോയാൽ അതിങ്ങനെ വെള്ളമായിട്ട് ആ വലിയ മുറിവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ എന്തെങ്കിലും ദുർഗന്ധമായിരിക്കും എന്ന് കരുതി. എങ്കിലും അവിടെ നല്ല ക്ലീൻ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകിച്ച് ഈ സ്മെല്ല് ഇവിടെ ഉള്ളത്. അപ്പോൾ വൈഫിന് ഇത് മനസ്സിലായി, ഇത് കൃമികളാണ്, രണ്ട് കാലുകൾക്കും കൃമികൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അത് അറിയിച്ചില്ല. അവൾക്കത് മനസ്സിലായി. അവൾ ഓടിപ്പോയി എന്റെ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ അന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഓടിപ്പോയി, കൃഷി ഇടത്ത് നിൽക്കുകയായിരുന്നു. ഓടിപ്പോയി പറഞ്ഞു, എന്തായാലും പെട്ടെന്ന് ചേട്ടനെ ഹോസ്പിറ്റലിലെ വെള്ളനാട്, നമ്മുടെ വീടിനടുത്തുള്ള വെള്ളനാട് എന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോ കാര്യമില്ല അവരോട് പറഞ്ഞിട്ട് എന്നെ ഒരു കാറ് വിളിച്ചു. എന്റെ ഇളയാൾ, എന്റെ വൈഫിന്റെ തൊട്ട് താഴെയുള്ള ആ സഹോദരൻ, പുള്ളിക്കാരൻ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു, ജസ്റ്റിൻ രാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കൂടെ പെട്ടെന്ന് അറിയിച്ച് ഓടിയെത്തി. സഹോദരങ്ങളൊക്കെ കൂടെ ആയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ആയിട്ട് കാറിൽ കയറ്റി വൈഫും അപ്പച്ചനും യാളിനും ഒക്കെ കൂടെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞങ്ങള് ഒരു സുഹൃത്തെന്ന പോലത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അദ്ദേഹം ഞങ്ങളെ വളരെ സുഹൃത്തുക്കളാണ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഈ വീഴുന്നവരെ വന്നിട്ടില്ല. അത് പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങളുണ്ടാകും. വൈഫിനും അതുപോലെ ഈ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ അവിടെയാണ് പോകുന്നത്. അവിടെ ആർക്കെങ്കിലും അറിവിലൊക്കെ നമുക്ക് അറിയാവുന്നവരൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അവിടേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കൊണ്ടൊക്കെ പോകുവാൻ രോഗികളൊക്കെ, അങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് കാറിൽ കണ്ടിട്ട് ഗ്ലാസ് താഴ്ത്തി അകത്തേക്ക് നോക്കിയപ്പോ തന്നെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത ഈ ദുർഗന്ധം. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. ഇങ്ങനെ കാലില് ഇങ്ങനെ കൃമികളാണെന്നൊക്കെ ആളിനും വൈഫും കൂടെ പോയി പറഞ്ഞു. അദ്ദേഹം ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ, എന്നിട്ട് ഇത്രയും താമസിച്ചു. അത് കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഒരു പേരദോഷം ഉണ്ടാകും, എന്തായാലും പറ്റില്ല. നിങ്ങൾ വീട്ടിൽ അവിടെ ആരെങ്കിലും നിങ്ങൾ വരാം, അവിടെ വെച്ച് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം, സിസ്റ്റർമാരെയൊക്കെ അയക്കാം, ഡ്രസ് ചെയ്യേണ്ടൊക്കെ ചെയ്യാമെന്നുള്ളത്. ഇവിടെ കിടത്താൻ പറ്റില്ല എന്ന് നല്ല മനസ്സോടെ അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുമല്ല, അവിടെ ഇനി പ്രതീക്ഷയില്ല, ഇനി വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വീണ്ടും ഒരു നിർബന്ധിക്കുന്നതിന്റെ ഫലമായി എന്റെ അളിയനൊക്കെ കൂടെ നിർബന്ധിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, ഡോക്ടർക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം കുറച്ചു നേരം നിന്നിട്ട്, ഇനി ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം വന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ താഴെ ഒരു റൂമുണ്ട്, അവിടെ പ്രത്യേകിച്ച് രോഗികളൊന്നുമില്ല, ഈ ഡാമേജ് ആയ ബെഡ്, കട്ടിൽ ഇതൊക്കെ കൊണ്ട് ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് പണിയായുധങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന, അവിടെ കെട്ടിടം പണിത സമയത്തൊക്കെ ഉള്ള കുറെ വേസ്റ്റുകളൊക്കെ അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഒരു ഭാഗം മാത്രമേ ഈ നമ്മൾ പുറം കാണാൻ പറ്റുള്ളൂ, ബാക്കി അത്രയും ഈ ഭൂമിയുടെ അടിയിലാണ്. അങ്ങനെ ചരിവുള്ള ഭൂമി ആയതുകൊണ്ട് അങ്ങനെയാണ് ആ റൂമിന്റെ താഴെറ്റത്തെ ആ റൂം ചെയ്തിരിക്കുന്നത്, ആ കെട്ടിടത്തിന്റെ റൂം. അപ്പൊ അവിടെ കിടത്താം,
അവിടെ കിടത്തി ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, ആ ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ വേറൊരു ഡോക്ടർ കൊണ്ടുപോയി നേരിട്ട് ഒന്ന് കാണാൻ വേണ്ടി വേറെ കാർ പിടിച്ചു പോയി. എന്നിട്ട് എന്നെ ആ കാറിൽ നിന്ന് അദ്ദേഹം താഴെ ഇറക്കാൻ അനുവദിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇത് പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, അദ്ദേഹത്തിന് വളരെ സങ്കടമാണ് ഈ അവസ്ഥയിൽ ഞാൻ ആയതുകൊണ്ട്. അപ്പൊ ആ ഡോക്ടറെ പോയി വിളിച്ചുകൊണ്ട് വന്നു. വേറെ കാർ പിടിച്ചാ കൊണ്ടുവന്നേ. ആ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇതിന് ഒരു പ്രതീക്ഷയും ഇല്ല, ഇതിനു വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട എന്ന് അദ്ദേഹം എന്റെ അളിയനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ 1000 രൂപ വെള്ളത്തിലേക്ക് എറിയുന്നു, അതിന് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിലപ്പുറം ഇതിനു വേണ്ടി ഇനി ഒരു പൈസയും ചെലവാക്കരുത് എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. 3 പെൺമക്കളാണെന്നൊക്കെ അവർ പറഞ്ഞു. വരുമാനമൊന്നുമില്ലാത്ത കൂലി പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ അവർ അറിഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇനി ഒരു പൈസയും ചെലവാക്കരുത്, 1000 രൂപയ്ക്കുറം ഇതിനു വേണ്ടി ഇനി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്തായാലും ആ ഡോക്ടർ നല്ല മനസ്സോടെ അദ്ദേഹത്തോട്, അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇവിടെ കിടത്തിയിരിക്കണം, ഒന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ താഴെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെ കൊണ്ടുപോയി കിടത്തി. അസഹനീയമായ ഈ സ്മെല്ലാണ്, അവിടെ സഹിക്കാൻ പറ്റില്ല. ആ 3ാമത്തെ നിലയാണ് അതിന്റെ വാർഡ്. അതിന് താഴെയും വാർഡുകളുണ്ട്, അവിടെ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് വീണ്ടും 3ാമത്തെ, അവിടെ വരെ ഇതിന്റെ സ്മെല്ലടിക്കുക. ചെറിയൊരു ഭാഗം, അങ്ങോട്ടൊരു സ്റ്റെപ്പിന്റെ ഭാഗം മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ വരെ ഇവിടെ നിന്നുള്ള സ്മെല്ല്, എന്നെ കിടത്തിയിരിക്കുന്നിടത്തുള്ള സ്മെല്ല് അങ്ങോട്ട് മുകളിലോട്ട് പോവുകയാണ്. പല തിരികളും അതും ഇതൊക്കെ കത്തിച്ചും സ്പ്രേയും ഒക്കെ ഉപയോഗിച്ചിട്ടൊന്നും രക്ഷയില്ല, അത്രയ്ക്ക് സ്മെല്ല് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർമാർ രാത്രി മുതൽ എന്നെ വന്ന് ഇതിന്റെ കൃമികളൊക്കെ കുറെ എടുത്തു മാറ്റിയിട്ട് ഈ ഹോളുകളിൽ മരുന്നുകളൊക്കെ മുക്കി തിരി പോലെ ആക്കി ഇതിനകത്തേക്ക് ഈ ഹോളുകളിൽ നിറയെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും വന്ന് ഇതെല്ലാം എടുക്കുമ്പോൾ അതില് കുറെ ഇങ്ങനെ കടിച്ചിരിക്കും, ചത്തും ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ജീവനോടൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ എടുത്ത് എനിക്ക് കാണിച്ചു തരും. ഒരു ഡിഷിൽ ഇങ്ങനെ കുറേ സാധനം ഈ പേപ്പറിന്റെ പുറത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ കണ്ടോ വിൻസെന്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. ഞാനും അത് ചിരിച്ചോണ്ട് കണ്ടുകൊണ്ട് കിടന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിലത് വിചാരം മറ്റൊന്നുമല്ല, അവരുടെ ഇത് കാലിനി മറ്റൊരു ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അവർ തമ്മിൽ പറയുകയാണ്. മറ്റൊന്നുമല്ല, കാല് ഇനി വച്ചിരിക്കാൻ പറ്റില്ല, ആ അവസ്ഥയിലേക്ക് ആയിപ്പോയി, വളരെ നിർജീവമായി പോയി. കാല് കംപ്ലീറ്റ്, കാലിന്റെ ഭാഗം കറുത്ത്, കാലിലുണ്ടായിരുന്ന രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോയി. അത് കറുത്ത നിറമായി, നല്ല കറുപ്പ് നിറം. എന്താ പറയാൻ, നമ്മളെ മമ്മി എന്ന് പറയുന്ന ബോഡിയൊക്കെ കാണുന്നത് പോലെ കാലായി തീരുവാനിടയായി. പൊരിക്ക പോലെയൊക്കെ വന്ന് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. എങ്കിൽ ഇതവരിങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ എടുത്ത് മാറ്റി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ പുഴുക്കളിരിക്കുന്ന വ്രണം കരിഞ്ഞാൽ പോലും പുറകിലിരിക്കുന്ന വലിയ വ്രണം കരിയത്തില്ല എന്ന് മറ്റേ ഡോക്ടർ വന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയത്. അത് കരിഞ്ഞാൽ പോലും അദ്ദേഹം പറഞ്ഞു അത് കരിയാൻ സാധ്യതയില്ല, ഇതിന് ഒരു പ്രതീക്ഷയും ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ വചനം ഉരുവിട്ട് ദൈവത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ വചനത്തിന്റെ ആണ് ഞങ്ങൾ ആശ്രയിച്ചത്. കാരണം ഓരോ ദിവസവും അത് ദൈവസന്നിധിയിൽ ആ വചനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യർ വീണ്ടും വീണ്ടും പരാജയത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നിൽ ഒരു വാള് പോലെ ദൈവത്തിന്റെ വചനം, അത് ഇരുവായുത്തലയുള്ള വാള് പോലെ ഞങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കുകയാണ്. മനുഷ്യരുടെ വാക്കുകളൊക്കെ അത് തകരുമാറ് ദൈവം പ്രവർത്തി. കാരണം ഒരു മനുഷ്യനും പ്രതീക്ഷിക്കില്ല ഇനി ജീവനോടെ ഇരിക്കുമെന്ന്, ഒരു പ്രതീക്ഷയില്ല. ഒരു സ്നേഹമുള്ള ഏത് വ്യക്തി വന്ന് കണ്ടാലും, അത് വേറൊരു വ്യക്തിയെ ഞാൻ ഈ അവസ്ഥയിൽ പോയി കണ്ടാലും പറഞ്ഞു പോകും, ഇനി എങ്ങനെയെങ്കിലും ആ ജീവനെ ഒന്ന് എടുത്തെങ്കിൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതുപോലെ എന്നെ വന്ന് കണ്ടവരും പറഞ്ഞിട്ടുണ്ട്, ധാരാളം പേർ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാർത്ഥിക്കാൻ ഭവനത്തിലായിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് പറയട്ടെ, പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ വന്ന ഒരു ദൈവദാസി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഈ പുഴു ഉണ്ടെന്ന് അറിയുന്ന ദിവസം ഒരു ദൈവദാസി പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പോ ആ ദൈവദാസി പ്രാർത്ഥന കഴിഞ്ഞ് അല്പനേരമേ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇരുന്നുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന്, കാരണം അവർക്ക് ഈ സ്മെല്ല് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ വിഷയം, അവര് അവിടെ പോയിട്ട് വന്നതും കൂടെയാണ്. അപ്പൊ വേറെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോ ഒന്ന് അവിടെ കയറിയതാണ്. അപ്പൊ കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതിയാണ് വന്നത്. അപ്പൊ അവര് കൂടുതൽ ഇതിനി പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് അവരും ചിന്തിച്ചു. വഴിക്ക് വെച്ച് എന്റെ ചേച്ചിയെ കണ്ടിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി, ഇനി അവനിൽ ഒരു പ്രതീക്ഷയും വേണ്ട, അവൻ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെതായ ഒരു അവസ്ഥയായി പോയി. ഇപ്പോ ചേച്ചി ഒരു വാക്ക് തിരിച്ചു പറഞ്ഞെന്നാ പറഞ്ഞത്, അവൻ എന്തെങ്കിലും ഒരു സാധനം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഒന്നും അവൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ദൈവദാസി ഒന്ന് തിരിച്ചുപോയി. അങ്ങനെ മനുഷ്യരുടെ വാക്കുകളെല്ലാം, സകലരുടെ വാക്കുകളും ഒരു സന്തോഷം തരുന്നത് അല്ലാതിരിക്കുമ്പോൾ, മറുവശത്ത് ദൈവം തന്ന വചനം ഇങ്ങനെ
ഈ എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നത് പോലെ വചനം നിന്ന് നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്നതായി ആ സമയത്തൊക്കെ തോന്നുകയാണ്. അങ്ങനെ ആ ആശുപത്രിയിൽ തന്നെ ഞങ്ങള് 2.5 വർഷം ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ കൃമിയായ ആ ഭാഗമൊക്കെ കൃമികളൊക്കെ എടുത്ത് മാറ്റി അതിന്റെ മുറിവുകളെല്ലാം കഴിഞ്ഞു. പക്ഷേ പുറത്തു വന്ന ആ മുറിവ്, ആ കാലിന് ഒരു വ്യത്യാസമില്ല, ആ നിറത്തിന് വ്യത്യാസമില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. ആ പക്ഷെ ആ കൃമിയുടെ അവസ്ഥ ഒന്ന് മാറിക്കിട്ടി. ഈ ഒരു ഭാഗത്ത് കൃമി ഉണ്ടായിരുന്ന ഭാഗത്തൂടെ ഒരു വലിയൊരു ഹോളുണ്ടായി. അത് അടഞ്ഞു വരാൻ ഒത്തിരി നാൾ പിടിച്ചു. അത് അടഞ്ഞോ എന്ന് പോലും അറിയാൻ പറ്റാൻ നാളുകൾ ഒത്തിരി പിടിച്ചു. അതൊക്കെ മാറിക്കിട്ടി. പക്ഷെ പുറകിൽ ഉണ്ടായിരുന്ന ആ വലിയ വ്രണം ഒന്നും ഉണങ്ങിക്കിട്ടാതെ വീണ്ടും വീണ്ടും വലുതായി. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, അത് വലിയ വ്രണമായി. 2 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ നിൽക്കും, അത്രത്തോളം അത് വലുതായി. എന്റെ പുറകു ഭാഗം അത് ഒരു പകുതിയോളം അങ്ങനെ ആ വ്രണം ഇങ്ങനെ വ്യാപിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് ആ സമയത്താണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് വരും എന്നുള്ളത്. പക്ഷെ ഡോക്ടർമാർക്കൊക്കെ അറിയാം ഇതിങ്ങനെ കിടരോഗികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് എന്ന് പറഞ്ഞ് ആ രോഗം ഈ വ്രണമാണ്, അതുകൊണ്ട് ഇത് കരിയത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത് കരിയാൻ ഒരു സാധ്യതയില്ല. അപ്പൊ എനിക്ക് കൈകാലുകൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കൈക്കും നല്ല ചലനം അന്നത്തെ അല്ലാതെ മറ്റു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഈ റൂം ഞങ്ങൾക്ക് താമസിക്കാൻ അദ്ദേഹം തന്നതാണ്. അവിടെ ഞങ്ങൾക്ക് പോകാൻ ഒരു ഇടമില്ലാതായി. ഞങ്ങളുടെ വീട് വിൽക്കുവാനിടയായി. ഈ കടബാധ്യതകള്, കുറച്ച് ലോണുകളൊക്കെ, അങ്ങനെ കുറച്ച് ലോൺ തീർക്കാനിടയായി. ബാക്കി ട്രീറ്റ്മെന്റിന് വേണ്ടി എടുത്തു. എല്ലാ പൈസയും തീർന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി പോകാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വാടകയ്ക്കായിട്ട് ഇവിടെ താമസിച്ചോ, വാടക തന്നാൽ മതി. അപ്പൊ വൈഫ് ചെറിയ രീതിയിൽ ഒരു 5,000 രൂപ വന്ന് സഹായിക്കുവാനിടയായി. ആകെ അന്നത്തെ സഹായമായിട്ട് 5,000 രൂപ ഒരാൾ കൊണ്ട് തന്ന് സഹായിച്ചു. അത് വലിയ അന്നത്തെ 5,000 രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 5 കോടി രൂപ കിട്ടിയതിന്റെ ഒരു പവർ അന്ന് ആ പൈസയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട്, കുറച്ച് പൈസ ആഹാരത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ട്, കുറച്ച് പൈസ എടുത്ത് ചെറിയ തുണിത്തരങ്ങൾ എടുത്ത് കൊണ്ടു നടന്ന് വീടുകൾ തോറും കൊണ്ടു നടക്കുക. അവിടെ തൊട്ടടുത്ത് തന്നെ ഓഫീസുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഈ മാതാപിതാക്കളൊക്കെ ഇത് കണ്ട്, ചെറിയ വില കുറഞ്ഞ തുണികളാണ്, അതിൽ ചെറിയ ലാഭം കിട്ടും, അത് കൊണ്ടു നടന്ന് ഇങ്ങനെ വിൽക്കാനിടയായി. അത് പോയി ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട്, അത് ഹോൾസെയിലായിട്ട് അവർക്ക് തരാൻ മടിയാണ്. കാരണം 10 പീസെങ്കിലും ഒരെണ്ണം എടുക്കണം, ഒരു ഐറ്റം എടുക്കണം. അപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ പറയുന്നത് കൊണ്ട് അവർ 3 പീസ് ഇതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പീസ് ഇതൊക്കെ ഓരോ ഇതും എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുവാനും. അപ്പൊ അതിലുള്ള വരുമാനം കൊണ്ടൊക്കെയാണ് നിങ്ങളന്ന് ജീവിച്ചു പോകുന്നത്. ഇതിനിടയ്ക്ക് ആഹാരത്തിനൊക്കെ വളരെ പ്രയാസങ്ങൾ നേരിട്ടു. കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും, കുഞ്ഞുങ്ങൾ അവിടെ നിന്നാണ് സ്കൂളിൽ പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു ചെറിയ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു, അവിടെ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി വൈഫിനോട് പറഞ്ഞു, അവിടെ എന്തെങ്കിലും ആഹാരം വയ്ക്കുന്നതിന് സഹായിച്ചാൽ നിങ്ങൾക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം എടുക്കാം, ഭക്ഷണം കൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയ സന്തോഷമായി, ഒരു ആശ്വാസമായി. അവിടെ വൈഫ് പോയി അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ ഇടയ്ക്ക് വന്ന് നോക്കണം. വീണ്ടും ആ ജോലിക്ക് പോകും. എന്നിട്ട് ആഹാരം കൊണ്ടുവിടെ വരും. എന്നിട്ടാണ് ഈ വീടുകൾ തോറും ഈ തുണികളും കൊണ്ടുപോയി. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 2.5 വർഷം ഞങ്ങൾ പാർത്തു. പക്ഷെ 2.5 വർഷത്തിനുള്ളിലും വ്രണത്തിനൊരു മാറ്റം ഉണ്ടായില്ല. ഡോക്ടർ നന്നായിട്ട് അവരെ കൊണ്ട് കഴിവിന്റെ അങ്ങേറ്റം ശുശ്രൂഷിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വലിയ വ്രണമായപ്പോൾ വലിയതായി ഈ സ്പോഞ്ച് പോലെ ഒരു ഭാഗം ഇങ്ങനെ വളർന്നു വരും. നമ്മൾ ഇന്ന് അത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതുപോലെ വരും. അങ്ങനെയായിരുന്നു. അങ്ങനെ അതിനെ കട്ട് ചെയ്യുക, ഡ്രസ് ചെയ്യുക, അങ്ങനെയായിരുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇത് കഴിഞ്ഞ് ഈ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഇതിന് കുറവില്ല. പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. ഞങ്ങൾ അല്പം ഭൂമി എവിടെയെങ്കിലും വാങ്ങണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലോണ് ഞാൻ ഈ വീഴുന്നതിന് മുമ്പ് തന്നെ ലോണ്, ഒരു അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ അതില് എന്റെ വൈഫും എന്റെ അമ്മച്ചിയും അതിലുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരു ലോണ് തരാമോ എന്ന് ചോദിച്ചു. അല്പം ഭൂമി വാങ്ങാനാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഭൂമി, ഒരു 4.5 സെന്റ് ഭൂമി ഒരിടത്ത് കിടക്കുന്ന അറിഞ്ഞു. അതൊരു 2 വീടുകൾ വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഈ സ്ഥലം ഉപയോഗമില്ലാത്ത പോലെ ഒരു ത്രികോണാകൃതി കിടക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങൾക്കത് മതി, ധാരാളമാണ്. ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ലോണായിട്ട് 65,000 രൂപ ലോണായിട്ട് കിട്ടി. അവിടെ ലോൺ എടുത്ത ആ ഭൂമി വാങ്ങാനിടയായി. അത് വാങ്ങി അവിടെ എല്ലാവരും കൂടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൂടെ സഹായിച്ചു. ഒരു ഫൗണ്ടേഷൻ, ചെറിയ രീതിയിലൊരു ഫൗണ്ടേഷൻ കെട്ടി 4 വശവും ഭിത്തികൾക്ക് പകരം ഓല മേഞ്ഞ് കെട്ടി, മുകളിലും ഓല മേഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ ഇട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ ഡോറ് പോലും ഓല കൊണ്ടുണ്ടാക്കിയ ഡോറാണ്. അപ്പൊ അവിടേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി. അതിന്റെ ഇടയ്ക്ക് ഒരിടത്ത് ബാത്റൂമിന്റെ സൗകര്യങ്ങൾ മാത്രം ചെയ്ത് അതിന് മാത്രം
ഭിത്തിയായിട്ട്, കാരണം അതിന് കറണ്ട് എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ഭിത്തി ഒരു അല്പമെങ്കിലും വേണം. അപ്പൊ അതിന്റെ ഒരു 5 അടി 5-6 അടി വീതിക്ക് ഒരു ഭിത്തി കെട്ടി അവിടെ ഇതിന്റെ മീറ്റർ ബോർഡൊക്കെ വെക്കാനുള്ള സംവിധാനം ചെയ്തു. എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഡോക്ടറോടൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഭയങ്കരമായിട്ട് തടസ്സം ചെയ്തു. എന്തായാലും പോകാൻ പറ്റില്ല, ഈ വ്രണവും വെച്ചുകൊണ്ട് ഇത്രയും പൊടിയൊന്നും അടിക്കാതെ ഇവിടെ സൂക്ഷിക്കുന്ന പോലെ ഒന്നും അവിടെ സൂക്ഷിക്കാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ നന്നായിട്ട് ആ സ്നേഹബന്ധം കൊണ്ട് പുള്ളി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷത്തോടെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായാലും ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾ അവിടെ വീണ്ടും ആയിത്തീർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. വൈഫ് നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. ആ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും പറയണം, ഇവിടുന്ന് സിസ്റ്റർമാരെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് വേറെ ഡോക്ടർമാരുണ്ട്, അവരൊക്കെ പറഞ്ഞയക്കാം, ഒന്നും വിഷമിക്കേണ്ട എന്നൊക്കെ ഉറപ്പുമൊക്കെ തന്നിട്ട് ഞങ്ങളും അവിടെ താമസമായി. പക്ഷെ ആ പോയതിന്റെ അന്ന് മുതല് ആ ഭവനം ആ ഷെഡാണെങ്കിലും അതിനെ പോകുന്നവർക്കൊക്കെ ഒരു ആലയത്തിന്റെ ഒരു ദൈവാലയം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഒരു അല്പഭൂമി വാങ്ങി ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെയാണ് ആലയത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്നത്. അവിടെ ഞങ്ങള് ഈ പ്രാർത്ഥനയാണ്. കാരണം എപ്പോഴും അവിടെ പ്രാർത്ഥന. ഞങ്ങൾ വൈഫ് ഒരു മാർക്കറ്റിനകത്ത് ഈ തുണി സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞൊരു 11 മണിയാകുമ്പോൾ അവർ തിരിച്ചു വരും. അത് രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി സ്കൂളിലേക്ക് വിടും. അപ്പൊ അത് കഴിഞ്ഞ് ഒരു അമ്മച്ചി രാവിലെ രാത്രിയൊക്കെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എല്ലാവരും അവിടെ പ്രാർത്ഥനയാണ്. കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഒരു അമ്മച്ചി, ഒരു പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു അമ്മച്ചി, എന്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ അമ്മച്ചിയാണ്. അവര് വന്ന് പകൽ കുറച്ചു ദൂരം ഒരു ബസ് കയറി വരണം, വന്ന് പകല് വൈഫ് വരുന്നത് വരെ ഇരുന്ന് പിന്നെ ഒരു 3 മണിയോളം ഇരുന്ന് എന്റെ കൂടെ, ഞാൻ അവിടെ കിടക്കുകയായിരിക്കും. ഞാൻ കിടന്ന് ഇടയ്ക്കൊക്കെ ശബ്ദം ഉണ്ടാക്കി പറയാൻ പ്രാർത്ഥിക്കാനും പറ്റുന്ന സമയത്ത് ഞാനും പ്രാർത്ഥിക്കും. പാട്ടുകളും ആ അമ്മച്ചിയോട് കൂടെ പാടും. അമ്മച്ചി ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മച്ചിയോട് പല ഈ ആത്മീയ കുളത്തിലുള്ളവർ തന്നെ പലരും പറഞ്ഞു, നിങ്ങൾ അവിടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റൊന്നുമല്ല ഈ കൈവിട്ട പോയാണ് നിങ്ങൾ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കാൻ പോണം, പക്ഷെ ഇത് പ്രാർത്ഥിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയായിത്തീരും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോ അത് ആ അമ്മച്ചി പറഞ്ഞ ഒരു വാക്ക് ഇതാണ്. എന്റെ പേര് വിൻസെന്റ് എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിമെങ്കിലും, പക്ഷേ ജോഷു എന്നാണ് എന്റെ പേര്, അവിടുത്തെ അറിയപ്പെടുന്ന പേര്. അമ്മച്ചിക്കൊക്കെ വിളിക്കുന്ന ജോഷു എന്നാണ്. അപ്പൊ ജോഷുവയുടെ അപ്പയോ അമ്മയോ സഹോദരങ്ങൾ ഒന്നും എന്നെ ഒന്നും പറയില്ല, എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും പറയില്ല, എനിക്ക് ആ കുടുംബത്തോട് കടപ്പാടുണ്ട്, കാരണം ആ സ്നേഹബന്ധത്തില് ഉള്ള ഇതാണ്, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എന്ന് പറഞ്ഞ് എന്റെ കൂടെ ഇരുന്ന് എപ്പോഴും അമ്മച്ചി പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും വരുമായിരുന്നു. ഒരു ദിവസമില്ലാതെ ഞായറാഴ്ച മാത്രം സഭ ആരാധനയ്ക്ക് പോയാലും ചില ദിവസങ്ങളുടെ ഇടയ്ക്ക് ഞായറാഴ്ച വരുവാൻ എല്ലാ ദിവസവും വരും. ബസ് കയറിയാണ് അമ്മച്ചി വരുന്നത്. അമ്മച്ചി ഇന്ന് ജീവനോടെ ഇരിപ്പില്ല, അമ്മച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മച്ചി വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥന ഇങ്ങനെ തുടരുന്നു, ഈ വ്രണം ഇങ്ങനെ വീണ്ടും വലുതാകുന്നു, ചെറുതാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥന എല്ലാവരും കൂടെ, ഞങ്ങൾ കുഞ്ഞുങ്ങളും ഞാനും വൈഫും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പച്ചനും അമ്മച്ചിയും കൂടെ അവിടെ ഉണ്ട്. അതുവരെ അവര് സഹോദരിയുടെ വീട്ടിലൊക്കെ ഒരു ചെറിയൊരു ഷെഡ് പള്ളിപ്പുര ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നത്, കാരണം ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. എങ്കിൽ അന്ന് അവർ വന്ന ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ കണ്ടതും എന്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ വ്രണം കരിയുന്നത്. വ്രണമാണ് ഞങ്ങളുടെ വിഷയം. ഈ കൈകാലി ചലിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ വ്രണം കരിയാതിരിക്കുന്നത്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു പ്രതീക്ഷ കിട്ടും എന്നുള്ള രീതിയിൽ ആ വ്രണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കാണുന്ന ഒരു ദർശനം പോലെ കാണുകയാണ്. ഒരു ഭാഗം തുണിയുടെ ഒരു വശം നമ്മൾ വെട്ടി മുറിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗം വെട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ പിന്നും ഒരുമിച്ച് കൂട്ടി ആ ഭാഗം കഴിഞ്ഞിട്ട് അതിനെ കൂട്ടി വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ ചുരുക്കുകളൊക്കെ കാണുമല്ലോ, അതുപോലെ ഈ വ്രണം കരിയുന്ന ഒരു കാഴ്ച, ആ വ്രണത്തിന്റെ അവസ്ഥ അതുപോലെ ഞങ്ങൾ കാണുവാനിടയായി. അവിടെ മാംസം വന്ന് നിറഞ്ഞിട്ട് അതിങ്ങനെ നട്ടല് കാണാമായിരുന്നു. ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. അതിശയിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ആ നിമിഷം വെളിപ്പെടുവാനിടയായി. പിറ്റേ ദിവസം മുതൽ ഇത് ചെറുതായി ചുരുങ്ങി വരുവാനിടയായി. മാംസം വന്ന് നിറയുവാനിടയായി. ഈ ഭാഗം ഇടയ്ക്ക് 2 പ്രാവശ്യം വന്ന് സിസ്റ്റർമാര് വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോഞ്ച് പോലെ വളരുന്ന ഭാഗം അത് വെട്ടിമാറ്റി. അതിനി ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ അങ്ങനെ ഒരു ഭാഗം പിന്നെ ഉണ്ടായില്ല. അത് വളരെ അതിശയകരമായി ചുരുങ്ങി ആ വ്രണം പൂർണ്ണമായി ഏകദേശം 1 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായി 1 വർഷത്തോളം ചെറിയൊരു ഇതായിട്ടിരുന്നു. അപ്പൊ ആ 1 വർഷം കൊണ്ട് പൂർണ്ണമായും അത് കരിഞ്ഞു മാറി. ഞങ്ങൾ ഈ കണ്ട ദർശനം പോലെ ഒരു തലമുണ്ട്, അതിങ്ങനെ തുണി ഇങ്ങനെ കൂട്ടിത്തുന്നുന്നത് പോലെ അതിങ്ങനെ വന്ന് നിറഞ്ഞ വ്രണവും കരിയുവാനിടയായി. ഞങ്ങൾ ഇതില് ആ ഭവനത്തിൽ വെച്ച് തന്നെ
ആ ആ അവിടെ തന്നെ ഒരു വേറൊരു 40,000 രൂപ എന്റെ മകളെ ഒരു കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില്, ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി അവര് എടുക്കുവാനിടെ ഒരു മകളെ, രണ്ടാമത്തെ മകളെ എടുത്തു. അപ്പൊ അവര് ഒരു സഹായമായി ഒരു ഭവനം, ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അപ്പൊ 4 സൈഡും ചെറിയ ഹോളോ ബ്രിക്സ് കല്ല് വാങ്ങി കെട്ടി നിങ്ങൾക്ക് ഇത് ഷീറ്റിട്ട് തരാം, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരികയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് ഭയങ്കരമായി സന്തോഷിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ഒരു പാട്ടിന്, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മറ്റു വഴികളൊന്നുമില്ല, ഈ ലോണ് പോലും അടഞ്ഞു തീരുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മറ്റൊന്നും നമുക്ക് ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റില്ല, എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അവരിങ്ങോട്ട് വന്ന ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളുടെ വീടൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ വീട് വന്നു കണ്ടിട്ട്, കാരണം ഭിത്തിയായിട്ടിരുന്ന ഓലകൾ പലതും ചെതല് പിടിച്ച് അതിന്റെ ഈർക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലേക്ക് നോക്കിയാൽ ഷീറ്റ് മാത്രമേ ഉള്ളൂ, ഓലകള് ഈർക്കിൽ മാത്രമായിട്ടിരിക്കുക. തൂണുകള് 5-6 തൂണുകൾ ഉള്ളതും അതും ദ്രവിച്ചിരിക്കുകയാണ്. പലരും വലിയ മഴയും കാറ്റും ഒക്കെ വരുന്ന സമയത്തൊക്കെ ആ നാട്ടുകാരൊക്കെ ആദ്യം വന്ന് ഞങ്ങളുടെ കെട്ടിടം നോക്കും, കാരണം അത് വന്ന് വീണോ ഉണ്ടോ എന്നുള്ള അത്രയ്ക്ക് ഉള്ള കാറ്റുകൾ, റബ്ബർ മരങ്ങളൊക്കെ വീഴുന്ന സമയമാണ്, അങ്ങനെയുള്ള കാറ്റും മഴയുള്ള സമയത്തെങ്കിലും ദൈവം അതൊന്നും താഴെ വീഴാതെ സൂക്ഷിച്ചു. ഈ 40,000 രൂപ കൊണ്ടുവന്നു. അവിടെ ഞങ്ങൾ അങ്ങനെ ഈ 40,000 രൂപ വന്നപ്പോൾ ഞങ്ങള് ഒരു സഹോദരന്റെ ഒരു കൂട്ടുകാരന്റെ ജ്യേഷ്ഠൻ തൊട്ടടുത്ത് ഒരു പണിക്ക് വേണ്ടി വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി അവിടെ കയറി. അതിപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ 40,000 രൂപ ഇങ്ങനെ ഒരിടത്ത് അനുവദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഷീറ്റാക്കി ഇടാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരുക്കി. അവർ വീടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തായാലും മുകളിൽ നിങ്ങൾ ഇത് വാർക്കണം. അപ്പൊ ഞങ്ങൾ അതിശയിച്ചു പോയി. ഇത് വാർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാർക്കണം, ഇത് ആ ചുവര് കെട്ടി വാർക്കാൻ തട്ടിന്റെ കാര്യങ്ങൾ അത്രയും ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തോളാം, കാരണം തട്ട് സാധനങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്, പണിക്കാരുമുണ്ട്, അതത്രയും ഞാൻ ഫ്രീ ആയിട്ട് കമ്പി കെട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം, കമ്പി നിങ്ങൾ വാങ്ങും, എന്തെങ്കിലും പൈസ കൂടെ ക്രമീകരിച്ച്, കാരണം ഷീറ്റ് ഇടുന്നതിന് കൂടെ അല്പം കൂടെ പൈസ ഇതിനകത്തുള്ളൂ, നിങ്ങൾ അതിനു വേണ്ടി ക്രമീകരണം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും ഈ പൈസ തരുന്ന 40,000 രൂപ തരുന്ന ആ സ്ഥാപനത്തിലെ ആ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഇത് വാർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാള് പറയാണ്. ഞങ്ങളൊരു ഷെഡിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത് ഒരുക്കി. ഇനി ഞങ്ങൾ അത്യാഗ്രഹം കാണിക്കുന്ന പോലെ ആയിപ്പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വന്നപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, തലേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ വരുമ്പോ നമുക്കിത് പറഞ്ഞു നോക്കാം, ഒന്ന് അവതരിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞു. വന്നപ്പോ ഞങ്ങൾ കുറച്ചു നേരം പറയാതിരുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ജനല് വാതിലെല്ലാം ഉണ്ട്, ഞങ്ങളെ പഴയ വീട് പൊളിച്ചപ്പോ വിറ്റ സ്ഥലത്ത് വീട് പൊളിച്ചപ്പോ അതെല്ലാം എടുത്തോളാം പറഞ്ഞു. അവര് വീട് പൊളിച്ചിട്ടാണ് ആ സ്ഥലം മേടിച്ചത്, പഴയ വീടാണ്, അതിന്റെ ജനല് വാതിലുകളൊക്കെ ഇതിൽ വെച്ചാൽ മതി. അപ്പോ ഇതൊന്ന് വാർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് അവർ ഇങ്ങോട്ടൊരു പോസിറ്റീവായിട്ട് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് സാധിക്കും, ഞങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്താൽ ഈ മാതാപിതാക്കളൊക്കെ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളൊക്കെ അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. നിങ്ങൾ ഉടനെ തന്നെ ഇതിന്റെ ജനല് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും, അതിന്റെ കുറച്ച് സാധനങ്ങൾ കൂടെ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്തല്ലോ, അപ്പൊ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമെന്നൊരു നല്ലൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് കേൾക്കുവാനിടയായി. അറിയാതെ ദൈവത്തെ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇരുന്ന് സ്തുതിച്ചു പോയി. അപ്പൊ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അതിന്റെ ആരംഭം കുറിച്ചപ്പോ ബാക്കി ഹോളോ ബ്രിക്സിനോടൊപ്പം അവർ കൊണ്ടുവരുന്നത് കമ്പിയും സാധനങ്ങളും അതിനുള്ള മണലും സാധനങ്ങളും. അപ്പൊ ഞങ്ങള് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം മറ്റേ ആളിനോട് വിളിച്ചു പറഞ്ഞു, ആളിനെ അറിയിച്ചു, വന്ന് ഇത് ചെയ്തു തരണം, ഇത് അവരിങ്ങനെ സമ്മതിച്ചിരിക്കുന്നു അവരെ അറിയിക്കുവാനേ. അവര് പിറ്റേ ദിവസം തന്നെ മറ്റു പണി അവിടെ ചെയ്തുകൊണ്ടിരുന്ന പണിക്ക് ഉള്ള ആൾക്കാരെ കൂടെ 1-2 പേര് അവിടെ നിർത്തിയിട്ട് ബാക്കി പാരും കൂടെ ഇവിടെ നിർത്തി അവിടത്തെ പണി തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വാർക്കുവാനിടയായി. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ ഒരു വീട് കർത്താവ് ഒരുക്കി തന്നു. അവസാനം ഇതിന്റെ തറ ഇടുന്നതിന് വേണ്ടി ഞാൻ മുമ്പ് മാർബിൾ പണിക്ക് പോയിക്കൊണ്ടിരുന്ന അതിന്റെ കൺട്രാക്ട് ദിവസം അവിടെ വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ തറ ഇങ്ങനെ ഇട്ടിരുന്നാൽ പറ്റില്ല, ഇതിന്റെ ഈ തറയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലോർ പണി ചെയ്യണം, അത് ഒന്നും ചെയ്യാതിട്ടേക്കാണ്, കോൺക്രീറ്റ് പോലും ചെയ്യാതിട്ടേക്കായിരുന്നു. അപ്പൊ അവര് കോൺക്രീറ്റ് ചെറിയ രീതിയിൽ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതിന്റെ മാർബിളിന്റെ ബ്രോക്കൺ പീസ് അവിടെ കിടപ്പുണ്ട്, ഞാനത് കൂടെ കൊണ്ടുവന്ന് അതിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് കൊണ്ടുവന്നിട്ട് നല്ല മാർബിൾ കെട്ടം പോലെ, മാർബിൾ വെച്ച് പാകിയതുപോലെ നന്നായിട്ട് അത് പോളിഷ് ചെയ്ത് നല്ലൊരു രീതിയായി. അപ്പൊ അവിടെ ദൈവം അത്രത്തോളം അത്ഭുതകരമായിട്ടിരുന്നു. ഈ വ്രണവും കഴിഞ്ഞു, എന്റെ കൈകാലുകൾക്കൊന്നും ഒരു ചലനവും ഇല്ല. ചെറിയ രീതിയിൽ കൈക്ക് അവിടെ ഇരുന്ന് മാറ്റം വരാൻ കാരണം ഈ പ്രാർത്ഥനയിൽ കൂടെ തന്നെ വരാനിടയായി. ഞാൻ ഓർമ്മ വന്നത് വീൽ ചെയറിൽ എന്നെ ഒരു 4 പേരായിട്ട് കിടക്കുന്ന ബെഡ്ഷീറ്റോടെ തൂക്കി ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് കിട്ടി. ആ വീൽ ചെയറിൽ ഇങ്ങനെ തൂക്കിയിരുത്തുവാനിടയായി. ഈ വീൽ ചെയർ കിട്ടുന്നതിന് ഒരു വലിയ രസകരമായ ഒരു സംഭവം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് അവിടെ ഒരു വെള്ളനാട് ഒരു പേസ്റ്റ് ബോർഡ് ഒരു കമ്പനിയുണ്ട്. അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർക്ക് 4 കിലോ അരി, ആഴ്ചയിലൊരിക്കൽ 4 കിലോ അരി ഈ സാധുക്കളായവർക്ക്
കൊടുക്കും. അവരൊരു കാർഡുണ്ട്, അവര് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അപ്പൊ എന്റെ വൈഫ് അത് അതിനൊരു ദിവസമുണ്ട്, ആ ദിവസം പോയി, ഒരു ബുധനാഴ്ച ദിവസമാണ്, ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, പോയി മേടിച്ചോണ്ട് വരും. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വൈഫ് സഞ്ജീവമായിട്ട് ഒരു വലിയ പ്രതീക്ഷയോടാണ് പോകുന്നത്. 4 കിലോ അരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോയി. പക്ഷെ ആരോ അവിടെ പറഞ്ഞു, ഈ വാർത്ത വീടുള്ളവർക്ക് ഇവിടെ നിന്ന് അങ്ങനെ സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ വീടിനകത്തുള്ള അവസ്ഥ എന്തെന്ന് അവർക്കറിയില്ല, പുറമെ കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയായി ഇരിക്കുന്നുണ്ട്. ആ വാർത്ത വീടുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖത്തോടെ ആദ്യം വിരൽ ചൂണ്ടി പറഞ്ഞു, ആ പച്ച സാരി ഉടുത്തിരിക്കുന്ന ആളിന് ഇവിടെ അരിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവിടെ വാർത്ത കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ അവര് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് ആ സാരി ഉടുത്തോണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോ പുറകോട്ടൊക്കെ നോക്കി, എന്തായാലും നമ്മളെ കുറിച്ച് പറയാൻ സാധ്യതയില്ല, പുറകോട്ടൊക്കെ നോക്കി, അല്ല നിങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് സങ്കടപ്പെട്ട് ആ സഞ്ജീവായിട്ട് പുറത്ത് നടന്നിങ്ങനെ കുറച്ചുകൂടി നടക്കണം, ഒരു 1.5 കിലോമീറ്ററോളം നടന്നാണ് വരുന്നത്. അവിടെ മുതൽ ഇങ്ങറ്റം വരെ സ്തോത്രം ചെയ്തും കരഞ്ഞും വലിയ പ്രതീക്ഷയോടെ അത് ഈ ആ ദിവസം അല്ല വേറെ ദിവസത്തേക്ക് മാറ്റി എന്നൊക്കെ ഞങ്ങളോട് പറയാമെന്നൊക്കെ പറഞ്ഞ് വരാനിടയായി. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ വളരെ സങ്കടത്തോടെ വരുന്നു. അതിന് തൊട്ട് മുമ്പ് അവള് വീട്ടിലെത്തുന്നതിന് മുൻപ് ഞങ്ങളെ ഒരു പരിചയമില്ലാത്ത അവിടെ നിന്ന് ഞങ്ങളുടെ അരുവിക്കര ഡാം, തിരുവനന്തപുരം അരുവിക്കര ഡാമിന് അവിടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റ്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയെങ്കിലും ഈ ശരീരത്തിന് ആ കേടുപാടുകളുള്ള, അതായത് ആരോഗ്യമില്ലാതെ കിടക്കുന്ന ഏതെങ്കിലും കടരോഗികൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ സഹായം ചെയ്യാമെന്ന് ആരോ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്. അവർ ഗൾഫിലായിരുന്നു, അവർ വന്നപ്പോൾ ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം കൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയപ്പോൾ എന്നെ ഈ പോസ്റ്റ്മാൻ അറിയാം, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം എങ്ങനെയോ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാരണം ഇങ്ങനെ ഒരു രോഗി ഉണ്ടെന്നൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് എന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോ അവൻ അവിടെ നിന്ന് ഒരു വലിയ വണ്ടി പിടിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആ ഒരു 6 മാസത്തേക്ക് വേണ്ടിയുള്ള അരിയും അതിനു വേണ്ടിയുള്ള ആ വ്യഞ്ജന സാധനങ്ങളുടെ പരിപ്പ്, പയറ്, ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ അവിടെ വന്ന് ഇറക്കിയിട്ട്, ഞങ്ങളെ വന്ന് സംസാരിച്ച് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവർ പോവുകയും ചെയ്തു. ഈ കൊണ്ടിറക്കിയ സാധനം ഞങ്ങൾ ഒരു ചെറിയ തടിയിൽ ഒരു പേസ് ബോർഡ് പോലെ ഒരു ഷെൽഫ് പോലെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ പറക്കി വെച്ചു. അതിന്റെ കൂടെ ഒരു വീൽ ചെയർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീൽ ചെയറിൽ എന്നെ ഇരുത്താൻ തുടങ്ങി. അപ്പൊ അവളുടെ വേദനയോടെ കരഞ്ഞുകൊണ്ട് ഇവിടെ സങ്കടം ഒതുക്കി ഞങ്ങളെ ഒന്ന് അറിയിക്കാതെ വന്ന ആളിത് കണ്ട് ഞാൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. കാരണം ഞങ്ങള് ആദ്യം ഒന്ന് പറ്റിച്ചു, കാരണം ഇത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ലോട്ടറി പോലെ ഒരു സംഭവം ഒരാൾ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നതാണ് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റി, തമാശ പോലെ ഇങ്ങനെ അവളോട് പറഞ്ഞു. എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചു. അപ്പൊ അവള് ഇതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്, കാരണം കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കാര്യം പറയുന്നില്ല. അപ്പൊ അവളുടെ കയ്യിൽ അരി അത് ഞങ്ങൾ നോക്കുന്നില്ല. അപ്പോ നല്ല കാര്യം കിട്ടിയപ്പോഴത്തേന് കരയുന്നെന്ന് പറഞ്ഞു. നമ്മൾ എന്നിട്ട് അവളുടെ കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും കരച്ചിൽ കൂടി, കരയാൻ തുടങ്ങി. അപ്പോ അവള് പിന്നെ കാര്യം പറഞ്ഞു, ഇങ്ങനെ നമുക്കിനി അവിടെ നിന്ന് അരി കിട്ടില്ല, അവരിങ്ങനെ സങ്കടപ്പെടുത്തിയാണ് എന്നെ വിട്ടത് എന്ന് പറയുവാനിടയായി. വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായ സങ്കടങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ, എനിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടായി. എന്നെ അന്ന് തന്നെ അതൊരു വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ അതിന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞപ്പോ പെട്ടെന്ന് കണ്ണു നിറഞ്ഞു പോയെങ്കിലും അതൊരു തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തി, ഒരു രസകരമായ ഒരു ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പൻ മക്കളോട് ഇടപെടുന്നത് പോലെ കരുതി വയ്ക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം അത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾ അന്ന് മനസ്സിലാക്കുവാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അവരാണ് ഒരു വീൽ ചെയർ കൂടെ കൊണ്ടുവരാനിടയായി. എനിക്ക് വീൽ ചെയർ ഇല്ലെന്നോ എനിക്ക് വീൽ ചെയറിൽ ഇരിക്കാനുള്ള ആരോഗ്യമോ ഉണ്ടെന്നോ ഒന്നും അവർക്കറിയില്ല. ഇങ്ങനെ ഒരു കിടരോഗിയുണ്ട്, അവരൊരു നല്ലൊരു വീൽ ചെയർ, അന്ന് തന്നെ ഒരു 5000 രൂപയെങ്കിലും കൊടുക്കണം. അത് നമ്മള് ഒരാൾ ഉരുട്ടേണ്ടതാണ്, ബാറ്ററിയിലുള്ളതൊന്നും അല്ല. പക്ഷെ എങ്കിലും അങ്ങനെ അതുപോലും ഞങ്ങൾക്ക് കിട്ടാനൊന്നും സാധ്യതയില്ല. ഇങ്ങനെ കസേരയിലാണ് ഇവര് 4 പേര് ചേർന്ന് തൂക്കി ഇങ്ങനെ ഇരുത്തുന്നത്. വല്ലപ്പോഴും ഇരുത്തിയ ഒത്തിരി സമയം ഇരിക്കില്ല, ഇരിക്കാൻ വേണ്ടി എന്നുള്ള പോലെ ഒരു 10 സെക്കൻഡിനുള്ളിൽ അവർ ഇരുത്തി കഴിഞ്ഞാൽ എന്നെ കിടത്തണം. കിടക്കുമ്പോഴും ഇരുത്തുമ്പോഴും ഭയങ്കരമായ വേദനയാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെ ഈ അസ്ഥികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഞാൻ ഇരുത്തുമ്പോൾ തന്നെ വിളിച്ചിട്ട് പറയും, പെട്ടെന്ന് കിടത്തിക്കോ എന്ന് പറയും. കിടത്തുമ്പോൾ ഇരുന്നതിന്റെ ഇതുകൊണ്ട് ആ വേദന വീണ്ടും ഭയങ്കരമായിട്ട് വേദന വരും. അതുകൊണ്ട് എങ്കിലും ഇരുത്താതിരിക്കില്ല, എല്ലാ ദിവസവും കുറച്ചു നേരമൊക്കെ ഇരുത്തും. അങ്ങനെ ഒരു വീൽ ചെയർ കിട്ടി. ആ വീൽ ചെയറിൽ എന്നെ ഇരുത്തി തുടങ്ങി. അപ്പൊ ഞാൻ കുറേശ്ശെ ഇരുന്നിരുന്ന് 5 സെക്കൻഡ് എന്നുള്ളത് 10 സെക്കൻഡായി, പിന്നെ മിനിറ്റുകളായി.
പിന്നെ അരമണിക്കൂറുകളൊക്കെ വീൽ ചെയറിൽ ഇരിക്കാനുള്ള ആ ഒരു ആരോഗ്യം കിട്ടി. അങ്ങനെ ഇരുന്ന് ഞാൻ പതുക്കെ പതുക്കെ കൈ കൊണ്ട് ആ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീൽ ചെയറിൽ തന്നെ ചെയ്യാനും, വീൽ ചെയറിൽ ഇരുന്ന് അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് അമ്മച്ചി വരുമ്പോൾ അമ്മച്ചിയോടൊപ്പം പ്രാർത്ഥിക്കാനും, വീട്ടിലും ഇരിക്കാനും, ഇവരെന്നെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഈ ഇതൊക്കെ കാണിച്ചു തരികയും ഒക്കെ ചെയ്യും. ഈ പുറത്ത് അവിടെ കിണറുണ്ട്, ആ കിണറിന്റെ അടുക്കലൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ഉരുട്ടി ഈ വീൽ ചെയറിൽ കൊണ്ടുപോയി ഉരുട്ടൊക്കെ ചെയ്യും. അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കൈക്ക് പെട്ടെന്നൊരു ആരോഗ്യം കിട്ടി. ഈ വീൽ ചെയർ ഞാൻ തന്നെ സ്വന്തമായി ഈ അതിന്റെ വീലുകൾ ഉരുട്ടുവാൻ തുടങ്ങി. ഈ അതിനെ നമ്മൾ വീൽ ചെയറിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഉരുട്ടുന്നത് പോലെ ആ ഉരുട്ടാനുള്ളതായ, അതിനെ അങ്ങോട്ട് ചലിപ്പിക്കാനുള്ളതായ ആരോഗ്യം ഈ കൈകൾക്ക് ദൈവം ഒരു ദിവസം തരുവാനിടയായി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അന്ന് മുതൽ വീൽ ചെയറിൽ ഇരിക്കാൻ ദൈവം സഹായിച്ചു. ആ വ്രണം, ഞാൻ പറഞ്ഞ വ്രണം നേരത്തെ പറഞ്ഞല്ലോ, ഒരു വർഷത്തിനുള്ളിൽ അത് കഴിയുവാനിടയായി. പിന്നെ കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് കാലുകൾക്ക് ഈ നിറം, പഴയ നിറത്തിലേക്ക് അത് വന്നു. പക്ഷെ ആ പുഷ്ടിയില്ല എങ്കിലും കാലുകൾക്ക് ആ നിറമുണ്ട്. കാലുകൾ തൊട്ടാൽ അറിയില്ല, പക്ഷെ കൈകൾക്ക് ഭയങ്കരമായ ആ ഒരു ബലം, പവർ കിട്ടി. ഇതിനിടയ്ക്ക് വൈഫ് ഒരു കാര്യം ചെയ്ത്, ഒരു പഴയ ഓട്ടോ, അതും സി കിട്ടത്തക്ക രീതിയിൽ ഒരു ഓട്ടോ എടുത്ത്. കാരണം ഈ വൈഫ് മരിച്ച ബാധ്യതകൾ ഉള്ളതുകൊണ്ട് പലയിടത്തുനിന്നും കടത്തിനൊക്കെ പൈസ മേടിച്ച് ഇന്ന് എന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്നോട് പറയും, ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നടന്നിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ അവിടെ കാണാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ഈ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി, ഇന്ന ഇന്ന ആൾക്കാർ എനിക്ക് ആഹാരം തന്നിട്ടുണ്ട്, കഞ്ഞി തന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഓരോ ദിവസവും ദൈവത്തിന്റെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ഈ തോളിൽ ഇങ്ങനെ രണ്ട് ബാഗും രണ്ട് കയ്യിലും കവറുമായിട്ട് ആണ് വീടുകൾ തോറും ഓരോ കുന്നുകളും മലകളും, അതായത് വാഹനം പോകാത്ത സ്ഥലങ്ങളിൽ പോയാലേ ആരെങ്കിലും എന്തെങ്കിലും മേടിക്കുള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ പോയാലേ എന്തെങ്കിലും മേടിക്കുള്ളൂ. അതുകൊണ്ട് വാഹനം പോകുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പോകാൻ അടുപ്പിക്കില്ല. കാരണം പരിചയമില്ലാത്ത നമ്മുടെ നാട്ടുകാരിയല്ല. ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളനാടാണ് ഞങ്ങൾ എപ്പോഴും താമസിക്കുന്നത്. വെള്ളനാടാണ് പോകാൻ, ആ സ്ഥലങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആൾക്ക് നല്ലതായിട്ട് അറിയില്ല. അറിയാത്തതുകൊണ്ട് പലരും വന്ന് സംസാരിക്കുന്നതിന് മുമ്പേ, ഗേറ്റിനടുത്ത് അവർ വരുന്നതിന് മുമ്പേ അവര് നായ്ക്കളെയൊക്കെ തുറന്നു വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വന്ന് ഇവിടെ കയറണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് വലിയ സ്നേഹമാണ്. ഞങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ സ്നേഹവും വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ചില സാധുക്കളായവര് ഞങ്ങളെ ഇതൊക്കെ മേടിക്കുകയും ചെയ്യും. ഇവര് വീണ്ടും വീണ്ടും പോകുന്നത് കണ്ട് പിന്നെ അവരും നമ്മുടെ കസ്റ്റമറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കർച്ചീപ്പെങ്കിലും വാങ്ങാതെ വിടാത്ത ആൾക്കാരുണ്ടായി. വീണ്ടും വീണ്ടും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ഷോൾഡറും ഇങ്ങനെ പൊട്ടിയാണ് വരുന്നത്. മിക്ക ദിവസങ്ങളിലും ഇതിങ്ങനെ വ്രണമായി ബാഗ് തൂക്കി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതനുസരിച്ച് പൊള്ളലുണ്ടായത് അങ്ങനെ പൊട്ടി വ്രണമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു ആലോചന ഇട്ട്, എന്തായാലും വേറൊരു സഹോദരൻ, എന്റെ വൈഫിന്റെ സഹോദരൻ തന്നെ വന്നു പറഞ്ഞു, ഒരു ഓട്ടോ നിങ്ങൾ ഇട്ട് ഒരു പഴയ ഓട്ടോ എടുക്കുക, അത് പഠിക്കാൻ പറ്റും, സൗകര്യക്ക് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോ എടുക്കാനിടയായി. ഓട്ടോ എടുത്ത് അല്പം പഠിച്ചു. പക്ഷെ പെട്ടെന്ന് വൈഫിന് അസുഖം വന്നു, ഹെർണിയ എന്ന രോഗം വന്നു. എന്നെ ഒറ്റയ്ക്കൊക്കെ തൂക്കി എടുത്തിട്ടുണ്ട്. എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് ആ ജനലിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. ഞാൻ പറയും, എന്നെ അങ്ങനെ ചെയ്യണ്ട, എനിക്ക് പുറമൊക്കെ കാണാൻ കൊതിയാകുന്നു എന്ന് പറയുമ്പോൾ ആ തെങ്ങും ആ വാഴ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പുരയിടങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോയി ആ ജനലിന്റെ അടുത്ത് കൊണ്ടുപോയൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ പലപ്പോഴും എന്നെ എടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് എടുത്താണ് കൊണ്ടുപോകുന്നത് വൈഫ്. അങ്ങനെയൊക്കെ എന്തോ വെയിറ്റ് ഒക്കെ പിടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന സാധനം ഇതൊക്കെ എടുത്തിട്ട് ഹെർണിയ രോഗം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇനി വാഹനം ഓടിക്കാനും പറ്റാത്ത അവസ്ഥയ്ക്കായിരുന്നു. വെറുതെ കൊണ്ട് അത് ഒതുക്കി ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ കൈക്ക് ഇങ്ങനെ ദൈവം വില തന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കമ്പനിയിൽ പോയി ചോദിച്ചിട്ട് ഇത് കയ്യില് ഇതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കത് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഇരിക്കാനുള്ള സമയങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നതിന്റെ ഉള്ളിൽ പറയാണ്. ഞാൻ ഈ അരമണിക്കൂർ ഇരിക്കാനുള്ള ഒരു ബലം കിട്ടി. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം ഇരിക്കാൻ ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറോളം ഇരിക്കാൻ തുടങ്ങി. പരിശ്രമിച്ച് 1 മണിക്കൂറോളം ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇരുന്ന് ഞാനൊന്ന് പഠിക്കും, എനിക്കൊന്ന് പുറം ലോകമൊക്കെ കാണാമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ വൈഫ് വളരെ സമ്മതത്തോടു കൂടെ സമ്മതിച്ചു. പിന്നെ എന്റെ സഹോദരിയുടെ മരുമകൻ, പുള്ളി ഓട്ടോ ഓടിക്കാൻ അറിയുന്ന ഒരാളാണ്. പുള്ളി വേറെ വലിയ വാഹനമൊക്കെ ഓടിക്കുന്ന ഡ്രൈവറാണ്. അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയില്ല, എങ്കിലും പഠിപ്പിക്കാൻ എന്റെ ആഗ്രഹമാണല്ലോ, എന്തോ വരട്ടെ, അദ്ദേഹം എന്റെ കൂടെ ഉണ്ടല്ലോ, എന്നെ കൊണ്ടിരുത്തുമ്പോൾ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കാൻ തോന്നും. എന്തായാലും കമ്പനിയിൽ പോയി പറഞ്ഞു. കയ്യില് എല്ലാ സംവിധാനങ്ങളും, അതിന്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ,
ബ്രേക്കിന്റെ കൂടെ തന്നെ ഒരു ആക്സിലേറ്റർ കൂടെ ചെയ്ത് അങ്ങനെ എല്ലാം കയ്യിലാക്കി തന്നു. അവര് ആദ്യം കൈ ഒന്ന് പരിശോധിച്ചു, കൈ ബലമുണ്ടോ എന്ന് നോക്കി. അപ്പൊ ആദ്യം നോക്കിയപ്പോ ഞാൻ ഒന്ന് മറിയാൻ പോയി. അപ്പൊ മറ്റേ കൈ കൊണ്ട് അപ്പുറത്തെ ഒരു കമ്പിയിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു. അതുകൊണ്ട് അത് അവർ വിചാരിച്ചത് ബലമുണ്ട് എന്ന് തോന്നി. അപ്പൊ എന്തായാലും കൈക്ക് ഒരുവിധം ബലമായി. ഇത് എല്ലാം ക്രമീകരിച്ച് തന്നതിന് ശേഷം ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചതിന്റെ 3-ാമത്തെ ദിവസം തന്നെ ഞാൻ അത് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റി. എനിക്ക് ഇരിക്കാനത്തക്ക രീതിയിൽ ആ സീറ്റെല്ലാം ക്രമീകരിച്ച് അതില് എന്നെ 2 കെട്ട് കെട്ടി, അവിടെ ബെൽറ്റിന് പകരം കെട്ടി ഇരുത്തിയിട്ടാണ് അതിങ്ങനെ ഞാൻ ഓടിക്കാൻ 2-ാമത്തെ ദിവസം ഞാൻ അത് ഓടിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിനിടയിൽ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെങ്കിലും ഞാൻ ആ സമയത്തൊന്നും ചർച്ചിലൊന്നും പോകാൻ തുടങ്ങിയില്ല. എന്നെ വാഹനം വീട്ടിലുണ്ട്. അങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എന്നെ ചർച്ചിൽ, എന്റെ ആഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങളും വൈഫും ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ചർച്ചിൽ പോകാൻ തുടങ്ങി. അപ്പൊ ആ ചർച്ചിൽ എന്നെയും കൊണ്ടുപോയി ഈ കിടക്കുന്ന പോലെ, കൂടുതലും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കിടക്കുന്നത് പോലെ ഒരു രീതിയിൽ ഇരുത്തും. കാരണം കുറച്ച് പില്ലോയൊക്കെ പുറകിലിരുത്തി വച്ചിട്ട് അങ്ങനെ ഇരുത്തും. ഒരു സൈഡിൽ അങ്ങനെ ഇരുത്തുമായിരുന്നു. തറയിലാണ്, കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ തറയിൽ അതിന്റെ സംവിധാനം ചെയ്ത് നിലത്ത് അങ്ങനെ ഇരുത്തുമായിരുന്നു. അവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചിട്ട് ഇങ്ങനെ പോരുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കൈക്ക് ബലം കൂടുതൽ കിട്ടി. കൂടുതൽ സമയം ഇരിക്കാനുള്ളതായ ദൈവകൃപ തന്നു. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ നടത്തുമ്പോൾ വൈഫ് അവിടുത്തെ ആ ചർച്ചിനടുത്ത് ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ഒരു റൂം ഞങ്ങൾക്ക് തന്ന് അവിടെ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി താമസിച്ച് വൈഫ് 21 ദിവസവും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവിടെ ഞങ്ങൾക്ക് ആഹാരമൊക്കെ അവിടെ നിന്ന് തന്നെ തരും. അവിടെ ഉപവാസ പ്രാർത്ഥന 21 ദിവസം വൈഫ് ഉപവാസം എടുക്കും. 3 തവണ അങ്ങനെ ആ ചർച്ചിൽ ഉപവാസം, പാസ്റ്റർ, വൈഫ്, അവിടെ കുറച്ച് സഹോദരങ്ങളോട് കൂടെ ബാക്കിയുള്ളവരോട് കൂടെ ഉപവാസം എടുക്കുവാൻ. അവിടെ വെച്ച് എനിക്ക് പടിപ്പടിയായി കർത്താവ് കുറച്ചുകൂടെ ബലവും ഒക്കെ തന്നു. എന്നെ ആരാധനയ്ക്ക് കൂടുതൽ സമയം ഇരിക്കാനുള്ള ഒരു ദൈവകൃപ തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആലയത്ത്, ആ ആരാധനാ സ്ഥലത്ത് പെട്ടെന്ന് അവിടുത്തെ കർത്തൃദാസന് വിദേശത്തൊരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരം 2 മാസത്തേക്കുള്ളത് കിട്ടി. ആ 2 മാസം അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് കർത്താവ് കൃപ തന്നു. ആ സഭയില് ശുശ്രൂഷ ചെയ്യുവാനും അവിടെ ഇരുന്ന് എന്നെ കൊണ്ടിരുത്തി കസേരയിലൊക്കെ ഇരിക്കാനുള്ളതായ ബലം തന്നു. അങ്ങനെ എന്നെ കൊണ്ട് സ്പോഞ്ചിന്റെ പീസുകളൊക്കെ വെച്ച് അതിലിരുത്തി അതിലിരുന്ന് ഞാൻ കർത്താവ്. ചർച്ച നിറയെ ആളുണ്ട്. ഏകദേശം അന്ന് തന്നെ 150ഓളം ആളുണ്ട്. ഇന്ന് അതിലധികം 500-ലധികം ആളുണ്ട് ആ ചർച്ചില്. അപ്പൊ അവിടുത്തെ ശുശ്രൂഷ 2 മാസം അങ്ങനെ ചെയ്ത് ഞാൻ വീണ്ടും എന്റെ ശുശ്രൂഷ ആരംഭിക്കാനിടയായി. പിന്നെ ഞാൻ ഈ വാഹനം ഓടിച്ചു തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാൻ എല്ലാം ദൈവം കൃപ. ഒരുപാട് രോഗികളായി കിടക്കുന്നിടത്ത് അങ്ങനെ പോകുമ്പോഴാണ് മറ്റൊരു വ്യക്തിക്ക് ഈ വലിയ വ്രണം ഉണ്ടാകും, കടരോഗികൾക്ക് ഉണ്ടാകും എന്നൊക്കെ ഞാൻ കാണുന്നത്. എനിക്ക് വന്നത് പോയിട്ട് ഞാൻ പിന്നെ കാണുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുക്കൽ പോയി. ഞാൻ എന്റെ കുഞ്ഞുങ്ങളും വൈഫുമായിട്ടൊക്കെ പോയിട്ട് അവരുടെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരാരും പോയിട്ടില്ല, കാരണം അവര് ഈ വിശ്വാസത്തിലല്ലാത്തത് കൊണ്ട്. ഞങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവമൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ എന്നെക്കാളും അവർക്ക് കാലൊക്കെ അനങ്ങുന്ന രീതിയിലാണ് കിടക്കുന്നെങ്കിലും കൈകളും കാലുകളും ഒക്കെ എന്റെ കൈ അങ്ങനെ അത് വലുതായിട്ട് ഇങ്ങനെ ശോഷിച്ചതുപോലെ അവരുടെ കൈകളും കാലുകളും അങ്ങനെ ആയി. കൈയൊക്കെ ഇങ്ങനെ നമ്മുടെ മടങ്ങി ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥയായി പോയി. അതെനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ കൈ നിവർന്ന് വന്നതാണ്. ദൈവം അത് മാറ്റി തന്നതാണ്. ഞാൻ അതൊക്കെ അവരോട് പറഞ്ഞു. വീണ്ടും വീണ്ടും അവർ പോയി കാണാനൊക്കെ ഇടയായി. അപ്പോൾ അതൊക്കെ ആ വ്രണങ്ങള്, ഈ വലിയ വ്രണങ്ങളുള്ളതൊക്കെ ഞാൻ കാണുവാൻ ഇടയായി. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സഭകളിൽ കടന്നുപോയി സാക്ഷീകരിപ്പാൻ ഇന്നും ദൈവം സഹായിക്കുന്നു. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് ഒരു ആരാധന, ഒരു വലിയൊരു കൂട്ടം കൂടി ആരാധന നടന്നുകൊണ്ടിരുന്ന ഒരു സഭാ ഹാളിൽ പെട്ടെന്ന് ഒരു സമയത്ത് ആരാധനകളൊക്കെ മുടങ്ങി ദേവദാസന്മാരൊന്നും വരാതെ കിടന്ന ഒരു ആലയം എന്റെ വൈഫിന്റെ സഹോദരൻ ഇവിടെ വന്ന് ആരാധന നടത്താമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഒരു IPC ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടൊന്നും അല്ല, ഇവിടെ ആരാധന നടത്താൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും അവിടെ വരാൻ പറ്റില്ല, കാരണം വീൽ ചെയറിൽ കുറച്ചു ദൂരം വരണം. വീൽ ചെയറിൽ വരുന്ന സ്ഥലത്ത് തന്നെ ഭയങ്കരമായ ഒരു കുഴിയുണ്ട്. ഇത് ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ നേരെ പോകുന്ന ആ കുഴിയിലേക്കാണ്. അത് മാത്രമല്ല, മഴ സമയത്തൊക്കെ ഭയങ്കര പായലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ എന്തായാലും വരാൻ പറ്റില്ല. ഇത് റിസ്ക് ഉള്ള സ്ഥലമാണല്ലോ, എടുത്തുകൊണ്ടൊന്നും പോകാനും പറ്റില്ല, ഇടുക്ക് വഴികളാണ്, 2 സൈഡും മതിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ദൈവാത്മാവ് ആ ഭവനത്തിൽ വെച്ച് ഇടപെടുവാനിടയായി. ആ ആലയത്ത് ഞങ്ങൾ പോകണം എന്നുള്ള ആ ചിന്ത പെട്ടെന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി. അപ്പൊ വൈഫിനോട് ഞാൻ പറയുമ്പോൾ വൈഫും പറയാണ്, ഞാനിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇത് തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആ പാസ്റ്ററോട് വിളിച്ചു ചോദിച്ചു, അവിടെ ആളായില്ലെങ്കിൽ ഞങ്ങൾ വരാമെന്ന്.
അങ്ങനെ ഞങ്ങള് ഈ ആലയത്ത് ഈ ആലയം ഇന്ന് എനിക്ക് ഈ സംഭവം എന്റെ ജീവിതത്തിൽ ഈ അപകടം ഉണ്ടായിട്ട് 23 വർഷം കഴിഞ്ഞു. 14ഓളം വർഷമായി ഞങ്ങൾ ഈ ആലയത്ത്, ഞാൻ ഇന്ന് ഇരുന്ന് സാക്ഷീകരിക്കുന്ന ഈ ആലയത്ത് ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ഇവിടെ വരുമ്പോൾ ആരും വിശ്വാസികളായ ആരുമില്ല. ഞാനും എന്റെ വൈഫും ഞങ്ങളുടെ കുഞ്ഞുങ്ങള് 3 പേര് മാത്രം. പക്ഷെ ഞങ്ങളുടെ ആരാധന ഇവിടെ കഴിയുമ്പോൾ ഒത്തിരി പേര് മുകളിലൂടെ റോഡിലൂടെ പോകുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നല്ല ആരാധന കേട്ടോ, ഒത്തിരി ആൾക്കാരൊക്കെ വന്നോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആൾക്കാരിരിക്കുന്ന രീതിയിൽ ഇവിടെ ഞങ്ങൾ ആരാധന നടത്തിയിട്ട് എന്നെ വീൽ ചെയറിൽ അവർ കൊണ്ടുപോകും. 4 പേരുമായിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. 4 പേരും കൂടെ എടുത്താണ് വണ്ടി ഓട്ടോയിൽ കയറ്റുന്നത്. ഓട്ടോയിൽ കയറ്റി അവിടെ നിന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ഒരു വീൽ ചെയർ വെച്ചിട്ടുണ്ട്. ആ വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ട് ഇന്ന് 14 വർഷമായി. ഇതിനുള്ളിൽ ഈ ദേശത്ത് വന്നതിന് ശേഷമാണ് എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വളർന്നു, അവര് ഡിഗ്രി വരെയൊക്കെ പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞും കോഴ്സുകൾ പഠിച്ചു. ഇളയ മകള് ഇതിനിടയിൽ ഈ സ്ഥലത്ത് വന്നു തന്നെയാണ് ഞങ്ങൾ ഈ ഭാഗത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കാനിടയായി. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഇവിടെ താമസിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക്, മൂത്ത മകൾക്ക് വിവാഹാലോചന വന്നു. ഒരു ദേവദാസൻ ഇങ്ങനെ അവരുടെ സഭയിലെ മകന് വേണ്ടി ചോദിക്കാനിടയായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആലോചിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥകൾ, ഒന്നും ഒരു സാരമില്ല, അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു കാര്യം കുഞ്ഞിനോട് എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം, കുഞ്ഞിന് വിവാഹപ്രായം ആയല്ലോ, അപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കുന്നതുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്. 3 പേരോടും ആ കാര്യം പിന്നത്തിൽ പറയാനിടയായി. 3 പേരും അതിൻ്റെതായ ആ സമയങ്ങളിൽ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വന്ന് കാണുന്ന, നിങ്ങളെ വിവാഹാലോചിച്ച് വരുന്ന ആദ്യം വരുന്ന ആള് നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ വിവാഹം കഴിക്കാനും ഇടയായി തീരണം. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന ഒരു കാര്യം അവരോട് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ തീർച്ചയായിട്ടും അവരത് ഏറ്റെടുത്തു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവർ വന്ന് കണ്ടപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുകയും അവർക്ക് പിന്നെ എവർക്ക് ഇഷ്ടമില്ലാന്ന് ഒരു വാക്കേ നമ്മൾ പറയരുതെന്നും കൂടെ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതായിരിക്കും ദൈവത്തിന്റെ ഹിതം. അത് എന്ത് വന്നാലും നമുക്ക് ഇഷ്ടമില്ലാന്നൊരു പോയിന്റ് ഇവിടെ പറയേണ്ടത് വരില്ല. ദൈവം ഒരുക്കി കൊണ്ടുവരും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 3 പേർക്കും അവരുടെ പഠനങ്ങൾ കഴിഞ്ഞ് വിവാഹങ്ങൾ അതുപോലെ തന്നെ ആദ്യമായി വന്ന് കണ്ട കുഞ്ഞുങ്ങൾ തന്നെ അവർ വിവാഹം കഴിക്കുവാനിടയായി. 3 പേര് സന്തോഷത്തോടെ ജീവിക്കുന്നു. മൂത്ത മകനും മകളും ഞങ്ങളെ കൂടെ ഈ സഭയിൽ എന്റെ കൂടെ ശുശ്രൂഷയിൽ കൂടെ എന്റെ കൈത്താങ്ങായി ഇപ്പോൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വിശ്വാസികൾ ഇപ്പോൾ വരുന്നുണ്ട്. ആരാധനയുടെ ഭൂരിഭാഗവും അദ്ദേഹം എനിക്ക് കൈത്താങ്ങായി എന്റെ കൂടെ നിന്ന് നിർവഹിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും ഓടി എത്തുകയും ചെയ്യും. എല്ലാ പ്രാർത്ഥനയ്ക്കും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ എന്നോട് സഹകരിക്കുന്നു. മറ്റു കുഞ്ഞുങ്ങളും അവരുടെ ആലയങ്ങളില് കർത്താവിന്റെ വേലയുടെ മുഖത്ത് തന്നെയാണ്. ഒരു മകൻ ബാംഗ്ലൂരിലാണ്, ഇളയാളും കുഞ്ഞും അവരും അവിടെയും കർത്താവിന്റെ വേല ചെയ്യുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയൊക്കെ AG ചർച്ചിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ 2ാമത്തെ മകളും അവര് പോകുന്ന ചർച്ചില് അവരുടെ കൊയറിലും പാസ്റ്റർ ചെറിയ ക്ഷീണത്തിലൊക്കെ ആയതുകൊണ്ട് അവിടെയും അവർക്ക് കൈത്താങ്ങായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, സങ്കീർത്തന വായന, വിവരണം, ഇതെല്ലാം ഒരു ദൈവവേല എന്ന പോലെ അവരും അവിടെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷകരമായി. ഇപ്പൊ എന്റെ കാലുകൾക്ക് ചലനമില്ലെങ്കിലും എന്റെ കർത്താവ് എന്റെ നിയോഗം, ദൈവത്തിന്റെ പദ്ധതി അതിലേക്ക് എന്നെ ഇന്ന് ആക്കി വെച്ചു. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവസന്നിധിയിൽ ചെയ്ത എല്ലാ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരുന്നതൊക്കെ ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുവാൻ ഇടയായി. ഞാനൊരു കാര്യം ഇതിനിടയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കിയെന്ന പോലെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയ എന്നെ ഞാനാണ്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയ ഒരവസ്ഥയിലേക്ക് വരുവാനിടയാണ്. പക്ഷെ ആ സ്നേഹമുള്ള ദൈവത്തിന്റെ വചനം, അതിശക്തമായി ഇടപെടുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ ഓരോ ദിവസവും ദൈവം തരുന്ന വചനം, അത് ജീവിതത്തിൽ അത് ജീവനായി തന്നെ, ജീവനും ചൈതന്യമുള്ളതായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയത്തിനും ഒന്നിനും ദൈവം മുടക്കം വരുത്തുന്നില്ല. തീർച്ചയായിട്ടും ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾ, ഓരോ കാര്യങ്ങളും ദൈവം അറിഞ്ഞ് സന്തോഷകരമായി ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. ചില രോഗങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും കർത്താവ് ഓരോ ദിവസവും ആ വചനത്തിലൂടെ ധൈര്യവും ബലവും ഒക്കെ ഞങ്ങൾക്ക് തന്നു. ഓരോ ദിവസവും ആവശ്യമായ എല്ലാ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് വിവാഹിതരായി ആകുകയും സന്തോഷത്തോടെ അവരുടെ ജീവിതങ്ങളും സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾക്ക് കൊച്ചുമക്കളായി 5 പേരെ ദൈവം തന്നു. മൂത്ത 2 മക്കൾക്ക് 2 കുഞ്ഞുങ്ങൾ വീതവും ഏറ്റവും ഇളയ ആൾക്ക് ഒരു കുഞ്ഞിനെയും ദൈവം തരുവാനിടയായി. അങ്ങനെ വളരെ സന്തോഷകരമായി കർത്താവിന്റെ വേല ഞങ്ങള് ദൈവവേലയുടെ മുഖത്തായിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ അതിയായി
നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ ഈ കേട്ട ഈ എന്റെ എളിയ സാക്ഷ്യത്തെ കേട്ട എല്ലാ ദൈവമക്കളോടും, എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രതിസന്ധികളെ അല്ല നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതിനേക്കാൾ അധികം നമ്മുടെ ദൈവത്തിൽ നമ്മൾ അധികം ആശ്രയിക്കുക. നമ്മുടെ പ്രതിസന്ധികളെക്കാളും അതിനെ ജയിക്കുന്ന ദൈവവചനത്തിൽ നമ്മൾ സ്ഥിരപ്പെടുക. ദൈവം നമ്മുടെ വചനത്തിലൂടെ പുറത്തു കൊണ്ടുവരും. അതെന്റെ ജീവിതത്തിലെ 100% എന്റെ അനുഭവമാണ്. എന്റെ തലമുറകളുടെ, എന്റെ വൈഫ്, എന്റെ ഭാര്യയുടെ, എന്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അനുഭവമാണ്. ഞങ്ങളെ ദൈവം 100% ദൈവവചനത്തിൽ ആശ്രയിച്ചത് മുഖാന്തരം ഈ ലോകത്തിൽ പറയുന്ന പ്രതികൂലത്തിന്റെ വാക്കുകളുടെ മുൻപിൽ തിരമാല പോലെ അത് കടന്നു വന്നാലും അതിന്റെ നടുവിൽ നമുക്ക് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ജയം തരുന്ന ദൈവത്തിന്റെ വചനം കൂടെയുണ്ട്. അതിനായി നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ഒന്നിൽ രോഗങ്ങളോ, കുഞ്ഞുങ്ങളെ കുറിച്ച് ഉള്ള പ്രയാസങ്ങളോ, രോഗങ്ങളോ, സാമ്പത്തിക ഞെരുക്കങ്ങളോ, ബുദ്ധിമുട്ടുകളോ എന്ത് തന്നെയാണെങ്കിലും അതിന് പരിഹാരം ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കും. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ എനിക്ക് ഈ അവസരം തന്ന ദൈവദാസനെ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ സാക്ഷ്യത്തെ പറയുവാൻ തക്കവണ്ണം ഈ അവസരം ഒരുക്കി തന്ന അരോമ ടിവിക്കും അതുപോലെ വിലപ്പെട്ട കർത്തൃദാസനും എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ധാരാളമായ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും ഇത് മുഖാന്തരം ഉണ്ടാകട്ടെ. നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇതുവരെയും കർത്താവിനെ അവിടുത്തെ ഉപകാരങ്ങൾ, അവിടുന്ന് ചെയ്ത നന്മകള് ഞങ്ങൾക്ക് കർത്താവെ ദൈവസന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നതിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന ഏത് മേഖലകളാണെങ്കിലും പ്രതികൂലമായി നിൽക്കുന്നതിനെ അവരുടെ മുൻപിൽ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരണമേ. നിരാശപ്പെടുന്ന വിഷയങ്ങളെ ദൈവർക്ക് അതിൽ നിന്ന് മാറ്റി അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്ന, വേദനയോടുകൂടെ കഴിയുന്ന ഭവനങ്ങൾക്ക് ആശ്വാസമായി ദൈവത്തിന്റെ വചനം ശക്തമായി ഇടപെടുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അടിയൻ കടന്നുപോയതുപോലെയുള്ള നിരാശകളിലും പ്രയാസങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് കർത്താവ് ഇതിലൂടെ ഞങ്ങൾ ശ്രവിക്കുന്നെങ്കിൽ ദൈവം അത്ഭുതകരമായി അവരുടെ മേൽ പ്രവർത്തിച്ച് അവർക്ക് പ്രത്യാശ നൽകി അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അങ്ങേ ഇത്രയും നേരം കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് വീണ്ടും എന്റെ കർത്താവിന് നന്ദി പറയുന്നു. ഈ കർത്താവെ TV ചാനലിനെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അനേകർക്ക് ഇത് വീണ്ടും പ്രയോജനകരമായി തീർക്കുവാൻ ഞങ്ങളുടെ ദാസനെയും കർത്താവിനെ ബലപ്പെടുത്തുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ വിൻസെന്റ് അവറുകൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട അസാധാരണമായ ദൈവീയ ഇടപെടലുകളുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ അരോമ TVയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവദാസനെ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ട ലാസർ 4 നാൾക്ക് ശേഷം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഉള്ളവനായിട്ട് പുറം ലോകത്ത് സമൂഹത്തിൻ്റെ മുൻപാകെ ആമേൻ എഴുന്നേറ്റ് നിന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് ദൈവദാസന്റെ ജീവിതത്തിലെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അവിടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു, മരിച്ച് 4 നാളായി, നാറ്റം വെച്ചിരിക്കുന്നു എന്ന് ലാസറിനെ കുറിച്ച് പറയുകയുണ്ടായി. കല്ലറ തുറക്കരുത്, നാറ്റം വെച്ചിരിക്കുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു കല്ലറ തുറക്കാൻ. ജീവൻ പ്രാപിച്ചവൻ ഇനി കല്ലറയ്ക്കുള്ളിൽ ഇരിക്കാൻ പാടില്ല, അവൻ പുറത്ത് വരണം. ജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശരീരത്തില് പുഴുവിന് യാതൊരു സ്വാധീനവുമില്ല. ആമേന് യാതൊരു വിധമായ കല്ലറയുടെ ശക്തിക്കും അതിൻ്റെ മേൽ അവകാശമില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവദാസൻ ഇപ്പോൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ഏതാണ്ട് 40 അടിയിലധികം ഉയരത്തിലുള്ള ഒരു കമുകിൽ നിന്ന് നിലത്ത് വീണപ്പോൾ ആ വീഴ്ചയിൽ തന്നെ മരണം സംഭവിക്കേണ്ടതാണ്. മരണം അവിടെ സംഭവിച്ചു. മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിച്ചു. നട്ടലൊടിഞ്ഞ് കൈകാലുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് ഒരു ജീവശരീരമായിട്ടാണ് അവിടെ നിന്ന് വാരിക്കോരി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ ഇടയായിട്ടുണ്ട്.
വൈദ്യശാസ്ത്രത്തിന്, ഡോക്ടർമാർക്ക് ഒക്കെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കൈമലർത്തപ്പെട്ട ചില നിമിഷങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ കർത്താവ് ഒരിക്കലും കൈമലർത്തിയില്ല. കർത്താവ് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ല. സ്തോത്രം. ദൈവം എത്ര നല്ലവൻ. ആ ഓരോ നിമിഷവും കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഓരോ പ്രിയപ്പെട്ടവരുടെയും കണ്ണുനീർ തുള്ളികള്, പ്രാർത്ഥനകള് സ്വർഗത്തിലെ ദൈവം അത് സ്വീകരിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വേണമാണ് ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനിടയായി തീർന്നത്. നീണ്ട 2.5 വർഷക്കാലം ഹോസ്പിറ്റൽ ബെഡില് ഒരു ഒഴിയ രോഗിയായി അവിടെ കിടന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇരുന്ന് ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരുമെന്ന്. എന്നാൽ ദൈവം ആ കിടക്കയെ മാറ്റി വിരിച്ചു. ദൈവം എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു വ്യക്തിക്ക് ദൈവത്തിന് ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏതെല്ലാം നിലകളിൽ കൂടി തകർത്ത് കളയുവാൻ പിശാചിന് ശ്രമിക്കുവാൻ കഴിയുമോ അതെല്ലാം പിശാചി ചെയ്യും. ആത്മീയമായും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബത്തിലും എല്ലാം കയറി ഇറങ്ങി അവൻ ആ മനുഷ്യനെ അല്ലെ ആ കുടുംബത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. എന്നാൽ കർത്താവിന്റെ പദ്ധതിയിലും ലിസ്റ്റിലും ദൃഷ്ടിയിലും പെട്ടതാണോ? പിശാച് അവിടെ കിടന്ന് പണിയത്തേ ഉള്ളൂ. അവസാനം ഇയ്യോബിനെ പോലെ ജീവൻ പ്രാപിച്ച് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരുവാൻ ആമേൻ ഇടയായിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസൻ വിൻസെന്റിന്റെ ജീവിതത്തില് ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയ്യോബ് പറയുന്നത് പോലെ കൃമിക്കിരയായി തീർന്ന അനുഭവങ്ങൾ, തൻ്റെ ശരീരത്തില് ആമേന് അസഹനീയമായ അനുഭവങ്ങളിലൂടെ യോബ് കടന്നു പോയപ്പോഴും യോബ് ഒരു വാക്കുകൊണ്ട് പോലും ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആ ദൈവസന്നിധിയില് ആമേന വിശ്വസ്തയോടെ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ യോബിനെ മുൻകാലത്തേക്കാൾ അധികമായി ദൈവം അനുഗ്രഹിക്കുവാൻ, ആദരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ കർത്താവദാസൻ വിൻസെന്റ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ശുശ്രൂഷകളിൽ മുൻനിരയിൽ നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആമേനെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, കുടുംബമായി ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ആമേൻ ഈ നിലയിലേക്ക് വരണമെന്ന് മുന്നമേ ദൈവം നിശ്ചയിച്ചതാണ്. എന്നാൽ അതിനെ തച്ചുടച്ചു കളയുവാൻ പിശാച് ശ്രമിച്ചെങ്കിലും പിശാച് പരാജയപ്പെട്ടു പോയി. ഇനിയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഈ കർത്താവിന്റെ ദാസൻ ഈ സാക്ഷ്യം ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥയിലും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. രോഗക്കിടക്കയെ മാറ്റി പിരിക്കുവാൻ, നിങ്ങളുടെ ഒടിഞ്ഞ അസ്ഥികളെ ആമേനെ ഉല്ലസിക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം, കർത്താവിൽ പ്രത്യാശ വയ്ക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യവും ഉള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്ന ദൈവത്തിന്റെ വചനത്തിന് ആമേൻ നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിപ്പിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, ആമേൻ നമ്മളെ വീണ്ടും എഴുന്നേൽറ്റ് നടക്കുമാറാക്കുവാൻ ശക്തിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ സാക്ഷ്യം കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആമേൻ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ആമേൻ നമുക്ക് കേൾക്കാം. ആമേൻ. അതിന് മുന്നോടിയായി ഈ വാത്സല്യ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com